ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ തയ്യാറായത്? യെസ്, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് ഞാൻ പറയുന്നില്ല, കാരണം ഗുഡ് ഈവനിങ് പറയുമ്പോൾ രാവിലെ യൂട്യൂബിലാണ് അധികം ആൾക്കാർ കാണുന്നത്. ഗുഡ് ഈവനിങ് ഇല്ല, ഗുഡ് മോർണിംഗ് ടു എവരിവൺ. നമസ്കാരം മാത്രം പറയും. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സംതൃപ്തിയുടെയും ഐശ്വര്യത്തിന്റെയും ക്ഷേമത്തിന്റെയും ദിവസങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും നേരുകയാണ്. അതുപോലെ തന്നെ ഓരോ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുഞ്ചിരിച്ച മുഖവുമായി എഴുന്നേൽക്കുന്നു. വൈകുന്നേരം കിടന്നുറങ്ങുമ്പോൾ അതേ പുഞ്ചിരിയിലൂടെ നമ്മൾ കടന്നു പോകുന്നു. കുറേ പേര് എന്നും അത് അനുവർത്തിച്ചു കൊണ്ടുവരുന്നു. മറ്റു ചിലർ ഇടക്ക് വെച്ചിട്ട് വഴിയെ പോകുമ്പോൾ പഴത്തൊലിയിലൊക്കെ സ്ലിപ്പായി ഒന്ന് പോകുന്നു. വീണ്ടും കൈകാലം പിടിച്ചും തിരിച്ച് കയറി വരുന്നു. വീണ്ടും ചില ഭവനങ്ങളിലൊക്കെ ഇപ്പൊ എല്ലാം പറഞ്ഞു രാവിലെ ഓണാക്കി വെക്കുകയാണ് നമ്മുടെ ക്ലാസ്. കുട്ടികളും കേൾക്കുന്നു, അച്ഛനും കേൾക്കുന്നു, അമ്മയും കേൾക്കുന്നു, അമ്മച്ചിയും കേൾക്കുന്നു, എല്ലാവരും കേൾക്കുന്ന രീതിയിൽ മൊബൈലിൽ കൂടുതൽ പാട്ട് കേൾക്കുന്ന പോലെയൊക്കെ എന്നൊക്കെ ചില ആൾ പറയുന്നു. ഏതായാലും അത്രയെങ്കിലും മാറ്റങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ നമ്മുടെ ക്ലാസ് കൊണ്ട് ഉണ്ടാകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ പലപ്പോഴും ഇരുന്ന് ആലോചിക്കുന്നത് എങ്ങനെ ഞാൻ ഈ ക്ലാസ്സിനെ ഷോർട്ട് ചെയ്തൊരു 15-20 മിനിറ്റ് ഒക്കെ ആക്കി മാറ്റാൻ പറ്റും യൂട്യൂബ് വീഡിയോ എന്നൊക്കെ പലപ്പോഴും വിചാരിക്കണം. കാരണം ഭയങ്കര ലെങ്താണ്. 1 മണിക്കൂറിലൊക്കെ ഇതിലുള്ള ക്ലാസ്സുകളാകുമ്പോൾ ഉണ്ടാവുന്നു. പക്ഷേ നമുക്കിത് എങ്ങനെ പറഞ്ഞു പോയാലും എത്ര ഷോർട്ടായി പറഞ്ഞു പോയാലും 1 മണിക്കൂറിൽ കുറക്കാനേ പറ്റുന്നില്ല. ഇന്നലെയും ഏറ്റവും ഷോർട്ടാക്കി പറഞ്ഞു അവസാനം 1 മണിക്കൂർ 3 മിനിറ്റ് ആയി പോകുന്നത്. ഇപ്പൊ ഇനിയിപ്പോ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കൂടുതൽ സമയം കുറക്കണമെങ്കിൽ കുറക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. യൂട്യൂബിന്റെ വ്യൂ അനുസരിച്ചിരിക്കും കാര്യങ്ങള്. നിങ്ങളെല്ലാം യൂട്യൂബിൽ പോയി യൂട്യൂബിലെ ആൾക്കാരാണ് കമന്റ് ചെയ്യേണ്ടത്. കുറക്കണോ കുറക്കാം, കൂട്ടണോ കൂട്ടാം. കാരണം കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അവിടെ നിങ്ങൾക്കുള്ള സമയം കൂടി പരിഗണിക്കണം എന്നുള്ളതാണ്. വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ ഇന്നലെ ഒരാൾ പറഞ്ഞു, ഞാൻ ഓഫീസിൽ പോകുന്ന വഴിക്കും ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്കുമാണ് സാറിനെ കാണുന്നത്. ഒരു മിനിറ്റ്, ഞാനൊരു സെറ്റിങ്സ് നിൽക്കുന്നു. നീ ആയിട്ട് എടുക്കിട്ട് ആ സെറ്റിങ്സ് മാറ്റല്ലേ. ഇവിടെ ഒരാൾ ഇത് അലൈൻമെന്റ്സിന് വരുന്നുണ്ട്. ഞാൻ ഒരു സെറ്റിങ്സിൽ നിന്ന് പോവാണ് ഈ ക്യാമറ. അവിടെ കാണുമ്പോൾ അവർക്ക് വ്യത്യാസം. ഓക്കെ, നമ്മള് എന്താ പറയാ, ചില ആൾക്കാരെ ഓഫീസിൽ പോകുന്ന വഴിക്കായിരിക്കും ഇത് കാണുന്നത്. അപ്പൊ അത്രയും സമയം കിട്ടുന്നില്ല, അപ്പൊ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ പോകണം. അപ്പൊ താങ്ക്സ്, എന്തായാലും സന്തോഷത്തോടു കൂടി നമുക്ക് ഇന്നത്തെ നിങ്ങളുടെ ഹാപ്പി ന്യൂസിലേക്ക് ആദ്യം പോവാം. ആർക്കാണ് പറയാനുള്ളതെന്ന് ആദ്യം നോക്കാം. എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട് അത് കേട്ടിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എനിക്ക് തോന്നുന്നു തിലകൻ സാർ എന്തോ കൈപോക്കിയിട്ടുണ്ട്. നിഖിൽ, ഹാപ്പി ന്യൂസ് എന്തായാലും ശരി സാറേ, പറഞ്ഞോളൂ, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഐ വാസ് എക്സ്പെക്ടിങ് ഫ്രം സം ഗുഡ് ന്യൂസ് ഫ്രം യു. യെസ് സാർ, അൺമ്യൂട്ട് ചെയ്തോളൂ. സാറേ, എനിക്ക് പറയാനുള്ളതേ, ഞാൻ ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ആലപ്പുഴ സ്വദേശിയാണ്. പക്ഷെ ഞാനിപ്പോ കൊടകിലാണ് നിൽക്കുന്നത്. ഞാൻ ബിസിനസ്സുമായിട്ട് വന്നതാണ്. കുറച്ച് പൈസ ഇവിടെ മുടക്കിയായിരുന്നു. പക്ഷെ തിരികെ കിട്ടാൻ യാതൊരു നിർവാഹവും ഇല്ലായിരുന്നു. സാറിന്റെ ക്ലാസ്സിൽ കയറിയതിന് ശേഷം എനിക്കത് തിരികെ പണമായിട്ട് കിട്ടിയില്ല. പക്ഷെ ഒരു വസ്തുവായിട്ട്, സ്ഥലമായിട്ട് എനിക്ക് അവർ എഴുതി തന്നു. അത് എഴുതി തന്നിട്ട് അതിന്റെ ഒരു പേപ്പർ വലിയ പാടായിരുന്നു ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ അല്ല, പേപ്പർ കിട്ടാൻ വലിയ പാടാണ്. 9/11 എന്ന് പറയും. ഇവിടെ കരടച്ച രസീതിന്റെ പകരം കിട്ടുന്ന ഒരു പേപ്പറാണ്. അതിന് ഞാൻ 3-4 മാസം ഇവിടെ കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. നമ്മുടെ 60 സെക്കൻഡ് കൊണ്ട് പറയുന്ന യെസ് എന്ന് നമ്മൾ മിനിഞ്ഞാന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഞാനത് ചെയ്തിരുന്നു. എനിക്ക് ഇന്ന് രാവിലെ, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ആ പേപ്പർ കിട്ടി. അതൊരു സന്തോഷ വാർത്തയാണ് സാറിനെ അറിയിക്കുക. താങ്ക് യു യൂണിവേഴ്സ്. കാരണം വളരെയധികം കഷ്ടപ്പെട്ടാണ് ആ പേപ്പർ കിട്ടിയത്. ഇനി എനിക്ക് ആ വസ്തു വിറ്റെങ്കിലേ എനിക്ക് പൈസ കിട്ടും. അതിനുവേണ്ടി ഞാൻ ഇപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്നത് വിൽക്കണം, വിറ്റാലേ എന്റെ കാര്യങ്ങൾ നടക്കുള്ളൂ. വളരെ 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 നന്ദി, വളരെ നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. 60 സെക്കൻഡ്സ് വർക്ക് ചെയ്യും. അതെ, വർക്ക് ചെയ്യും. തീർച്ചയായും പവർഫുൾ ടൂളുകളാണ് അത്. ശരിക്കും പറഞ്ഞാൽ സാറേ, അത് ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല പവർ വേണം. ഇവിടെ മറ്റാരും ചെയ്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല സാറേ, ഞാൻ ആ ഓഫീസിൽ ചെന്നിട്ട് അവിടുത്തെ നെറ്റ് കംപ്ലൈന്റ് ആണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സിസ്റ്റം വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് കറക്റ്റ് 2:15 ആയപ്പോ എന്റെ കയ്യിൽ ആ പേപ്പർ കിട്ടി. വളരെ വളരെ നന്ദി, വളരെ വളരെ നന്ദി. താങ്ക് യു, താങ്ക് യു. മറ്റാർക്കെങ്കിലും അൺറൈസ് ചെയ്താൽ മതി നിങ്ങള്. അല്ല, അൺറൈസ് ചെയ്യാൻ അറിയാത്തവര്
ഓക്കെ, ഒന്നുമില്ലല്ലോ. എന്നാ പിന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? കിട്ടിയവരുണ്ടാവും. ഇപ്പൊ പറയാം, ചെറിയ ചെറുത്. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാല് എല്ലാവർക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടിയപ്പോഴേ ആൾക്കാർക്ക് പിന്നെ വലിയ കിട്ടിയിട്ട് പറയാം എന്ന അവസ്ഥയിലേക്കായി. ചെറുത് ചെറുത് പറയാനുള്ള സാവകാശം ഇല്ലാതായി. അതാണ് ഇപ്പൊ സംഭവിച്ചെടുക്കുന്നത് അല്ലെ. എന്തായാലും ശരി, ആ ഐഫോൺ മാധവൻ സംസാരിച്ചോളൂ. ഒരു മിനിറ്റ്. ഹാൻഡ് റൈസ് ചെയ്താലേ കിട്ടുള്ളൂ. മാധവൻ ഐഫോൺ. യെസ് സർ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മാധവൻ സി ഫ്രം USA അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പറഞ്ഞോളൂ. സാറ്, എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഞാൻ 2020 സാറിൻ്റെ ഇത് എടുത്തിരുന്നു. അതിനുശേഷം ഞാൻ ചെയ്യാറുണ്ട്. മോൻ്റെ കാര്യത്തിൽ മോന് കുറച്ച് ഓവർ വെയിറ്റ് ആണെന്ന് ഞാനൊന്ന് പറഞ്ഞായിരുന്നല്ലോ. അവൻ കേൾക്കണ്ടോ സാറേ? കേൾക്കാം, ക്ലിയർ. ആ അപ്പം ഞാനത് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് 2020 ഇതിൽ. ഇപ്പോൾ ഈയിടെയായിട്ട് അവൻ ജിമ്മിൽ പോകുന്നുണ്ട്. ഫുഡെല്ലാം നല്ല ഡയറ്റും ഇതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. ഇതേവരെ അവനൊന്നിനും സമ്മതിച്ചായിരുന്നില്ല. ഇപ്പൊ ഇതിന് ശേഷം ഒരു 2 ആഴ്ചയായിട്ട് അവനെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട് സാറേ. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. ദാറ്റ് ഈസ് വാട്ട് വി എക്സ്പെക്ടഡ്. പിന്നെ എൻ്റെ മോളുടെ കാര്യം, മാരേജിന്റെ കാര്യം ഇങ്ങനെ ഉഴപ്പി നടക്കുകയായിരുന്നു. ഇപ്പൊ അതിപ്പോ പയ്യന്റെ സൈഡിൽ നിന്ന് കുറേശ്ശെ മൂവ്മെന്റ് ഒക്കെ വരുന്നുണ്ട്. നമ്മള് ഈ 2 ആഴ്ചക്ക് ശേഷമാണ് സാറേ ഇതെല്ലാം സംഭവിച്ചത്. അത് ഒരുപാട് സന്തോഷമുണ്ട്. സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു, താങ്ക് യു. നിങ്ങളിൽ കൂടുതൽ ബിഗ് തിങ്സ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. പക്ഷെ അവിടെ അതിനനുസരിച്ച് ഗ്രൗണ്ട് വർക്കുകൾ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഗ്രൗണ്ട് വർക്ക് നടക്കുന്നില്ല സാറേ. ഞാനിപ്പോ വേറെ സ്ഥലത്ത്, അവിടെ മറ്റേ സ്ഥലത്ത് പോയാലേ അത് നടക്കുള്ളൂ. അപ്പൊ ഞാൻ ഈ ആഴ്ച ഞാൻ അങ്ങോട്ട് പോകും എന്തായാലും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആശാലത, കൺഗ്രാറ്റുലേഷൻ. യെസ്, താങ്ക് യു മദൻജി, താങ്ക് യു. താങ്ക് യു സാറേ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു, താങ്ക് യു. ശൈലജ സംസാരിച്ചോ. ശൈലജ അൺമ്യൂട്ട് ചെയ്തോ. ശൈലജ ഉദയൻ. താങ്ക് യു സാർ, താങ്ക് യു. ഞാനും 60 സെക്കൻഡ് എന്റെ അത് ചെയ്തു. എനിക്ക് ലോട്ടറി അടിച്ചു 2000 രൂപ. വളരെയധികം നന്ദി. താങ്ക് യു സാർ. ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടില്ല. എനിക്ക് വളരെ ആഗ്രഹമുണ്ട് ജോയിൻ ചെയ്യാൻ. ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ സാറിന്റെ ഇതിന്റെ എല്ലാം ഞാൻ യൂട്യൂബും കാണും. ക്ലാസ്സിൽ ലിങ്ക് കിട്ടുമ്പോഴൊക്കെ ഞാൻ കയറാറുണ്ട്. എനിക്ക് സാറിനോട് ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞു. ഇതുവരെ അത് ചെയ്തില്ല. എന്നോടല്ലേ സംസാരിക്കുന്നത്? ഞാൻ തന്നെയല്ലേ ഇത്. അതെ, ഒത്തിരി ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ഒക്കെ ഉണ്ട് സാറേ. അതൊക്കെ ഒന്ന് തീർക്കണം. അതിന് വേണ്ടിയിട്ടാണ്. തീർച്ചയായും. താങ്ക് യു, താങ്ക് യു. കിട്ടട്ടെ. ആശാലത ജേർണി ടു ഹാപ്പിനെസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. ആശാലത, കൺഗ്രാറ്റുലേഷൻസ്. ജോയിൻ ചെയ്യുന്നതിലല്ല കാര്യം, അത് പ്രാക്ടീസ് ചെയ്യുന്നതിലാണ് കാര്യം. ഐ റിക്വസ്റ്റ് യു ടുഡേ, യു ഓൾറെഡി ജോയിൻ. പ്രാക്ടീസ് ചെയ്യുക, പ്രാവർത്തികമാക്കുക, അത് പഠിക്കുക, പ്രാവർത്തികമാക്കുക, ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുക, എന്നിട്ട് അടുത്ത തലങ്ങളിലേക്ക് പോവുക എന്നുള്ളത്. ആശാലത, താങ്ക് യു വെരി മച്ച്, കൺഗ്രാറ്റുലേഷൻസ്. സൗദാമിനി എന്തോ വലിയ കാര്യം പറയാനുള്ള പരിപാടിയാണ്. അൺമ്യൂട്ട് ചെയ്യാതെ. ഇല്ല സാറേ, എനിക്ക് എല്ലാരും പറയുമ്പോ ഞാൻ നിങ്ങൾക്ക് പറയാനാണ് ഗുഡ് ന്യൂസ് ഉണ്ടായിരുന്നെങ്കിലും, പക്ഷെ ഒന്നും നടക്കുന്നില്ല സാറേ. കുറെ കുഞ്ഞു ആഗ്രഹങ്ങളേ ഉള്ളൂ. പക്ഷെ സാർ എന്നെ ഒന്ന് അനുഗ്രഹിച്ചാൽ മതി, ഒക്കെ നടക്കും. അനുഗ്രഹിച്ചല്ല, പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. അത് കൃത്യമായി പ്രാക്ടീസ് ഇന്ന് വരുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം ഇന്നത്തെ ക്ലാസ്സിൽ. അതൊന്ന് വിട്ടു തന്നാൽ മതി കേട്ടോ. അവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഇന്നത്തെ പറയാം. ആദ്യം തന്നെ നിങ്ങൾക്കുള്ള പോയിന്റാ പറയുന്നുണ്ട്. ഓക്കെ, നിഖില സംസാരിച്ചോ. അൺമ്യൂട്ട് ചെയ്തു. സാറേ, ഇന്ന് ഹസ്ബൻഡ് ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് അവിടെ മെഡിക്കൽ ഉണ്ടായിരുന്നു. അപ്പം മെഡിക്കലില് പിന്നെ ECG ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം വീണ്ടും ഒരു റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു 1 to 1 എഴുതിയിട്ട് പിന്നെ ആ ഒരു സംഗതി വിചാരിച്ചിട്ട് പോയിക്കോളൂ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നല്ലതേ വരുള്ളൂ. പക്ഷെ ECG അത്യാവശ്യം നല്ലൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ടൈം ECG എടുത്തപ്പോ കുഴപ്പമൊന്നുമില്ല, മെഡിക്കൽ ഫിറ്റ് ആയിട്ടുണ്ട്. ജോലിയെ ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്തായാലും അതൊക്കെ റെഡി. താങ്ക്സ് ഗോഡ്, താങ്ക്സ് യൂണിവേഴ്സ്. എത്ര പ്രാവശ്യം താങ്ക് യു പറഞ്ഞു? നന്ദി എത്ര പ്രാവശ്യം പറഞ്ഞു? നന്ദി പറയാ ദൈവത്തിനും യൂണിവേഴ്സിനും എല്ലാത്തിനും നന്ദി പറയാ. ശരദ, താങ്ക് യു സർ. വെരി ഗുഡ്. സുജാത TV പറഞ്ഞോ.
ഗുഡ് ഈവനിങ് സാർ. സാർ ഞാൻ ചെയ്തുള്ളൂ. ഇന്ന് എനിക്ക് KSFE കാസർഗോഡ് ഒരു ചിട്ടി ഉണ്ടായിരുന്നു. അത് നറുക്ക് വീണ് കിടക്കുകയാണ്. പക്ഷെ ഞാൻ അവിടുന്ന് റിട്ടയർഡ് ആയതുകൊണ്ട് അതിന് ഇനി 8 മാസം കൂടെ അടയ്ക്കാനുണ്ട്. പക്ഷെ അവരത് ക്യാഷ് തരുന്നില്ല. കാരണം ഷുവർട്ടി കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഷുവർട്ടി കൊടുക്കാനായിട്ട് റിട്ടയർഡ് ആയി പോയത് കൊണ്ട് പിന്നെ വേറെ ആരെയും ഞാൻ ആശ്രയിക്കാൻ പോയില്ല. പക്ഷേ ഇന്നലെ എന്റെ ഇപ്പൊ ജൂൺ 6-ന്. അപ്പൊ ഞാൻ വെറുതെ നിങ്ങള് ഷുവർട്ടിക്ക് പകരം ഞാൻ തരാം. പക്ഷെ നിങ്ങളെ ക്യാഷ് 10 ലക്ഷത്തിലെ 9 കിട്ടിയിട്ട് ഇപ്പൊ 13 മാസമായി അത് കിട്ടിയിട്ട്. 1 വർഷം കഴിഞ്ഞ് 1 മാസമായി അത് കിട്ടിയിട്ട് വീണ് അവിടെ കിടന്നിട്ട്. ഇവർ ക്യാഷ് ഇത് ഷുവർട്ടി ഇല്ലാത്തത് കൊണ്ട് തരാതിരുന്നു. പിന്നെ അത് തീരണമെന്നുണ്ടെങ്കിൽ 2025 നവംബർ 8-നെ തീരുള്ളൂ. അതുവരെ ഇത് ക്യാഷ് അടയ്ക്കുകയും ചെയ്യണം. എന്നാൽ ക്യാഷ് തരാമോ ചോദിച്ചാൽ തരുന്നില്ല. പക്ഷെ ഇന്നലെ ഞാൻ മാനേജറിന്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിരുന്നു. ഇന്ന് ഉച്ചയായി കഴിഞ്ഞപ്പോൾ, അതായത് 2:10-ന് മാനേജർ എന്നെ വിളിക്കുകയാണ്. സാർ, എനിക്ക് പറയും വിഷമം തോന്നുന്നുണ്ട്. നിങ്ങള് ഷുവർട്ടി ഇപ്പൊ ഇവിടെ തന്നെ ഉള്ള, അപ്പൊ അവരുടെ ഒരു മോനെ നേരത്തെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിന്റെ മക്കളെ 2 പേരെ ഞാൻ പഠിപ്പിച്ചു. അപ്പൊ അവര് പറഞ്ഞത് ഞാൻ ഷുവർട്ടി നിൽക്കാൻ ടീച്ചറിനോട് വരാൻ പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് വ്യാഴാഴ്ച 10:30 ആകുമ്പോൾ കാസർഗോഡ് എത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്റെ 9.5 ലക്ഷം ഉണ്ട്, അതിന്റെ ഇൻട്രസ്റ്റ് ഉണ്ട്. അത് കിട്ടും. കാരണം ഞാൻ ആരോടും ചോദിച്ചില്ല, തീരട്ടെ എന്ന് കരുതി. കാരണം അല്ലെങ്കിൽ ഗോൾഡ് കൊണ്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ഇപ്പം സ്ഥലത്തിന്റെ ആധാരം കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവര് പറഞ്ഞു അത് പ്രാവർത്തികമല്ല. കാരണം അത് നിങ്ങൾ കാസർഗോഡാണ് KSFE ഉള്ളത്, പക്ഷെ നിങ്ങൾ താമസിക്കുന്ന മൂവാറ്റുപുഴയാണ്. അവിടുത്തെ സ്ഥലത്തിന്റെ ഇവിടെ കൊണ്ട് തന്നാൽ ഞങ്ങൾക്ക് നോക്കാനും വരാനും, അല്ലെങ്കിൽ കൂത്താട്ടുകുളോ മൂവാറ്റുപുഴ ബ്രാഞ്ചുമായിട്ടൊക്കെ സഹകരിക്കണം. അതൊക്കെ നടക്കുന്ന കാര്യമല്ല, അത് മാസങ്ങൾ പിടിക്കും. നിങ്ങൾ അതുകൊണ്ട് ഒന്നെങ്കിൽ പിന്നെ സ്വർണം ഉണ്ടെങ്കിൽ തരിക, ഇല്ലെങ്കിൽ ഷുവർട്ടി തരാന്ന് പറഞ്ഞു. അപ്പൊ അത്രയും 10 ലക്ഷത്തിൻ്റെനാണെങ്കിൽ അവര് പറഞ്ഞത് 200 ഗ്രാം അത്രയും സ്വർണം കൊണ്ടുകൂടെ. അങ്ങനെയാണ് എനിക്ക് കല്യാണത്തിന് പിന്നെ ആ സ്വർണം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തുകൂടെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ മാനേജർ പറഞ്ഞു ഞങ്ങളുടെ റൂൾസിനൊന്നും മാറ്റാൻ പറ്റിയല്ല. ഒരു മിനിറ്റ് ഇടപെട്ടെ. എന്താ ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്ക് പിടികിട്ടിയില്ല. കിട്ടിയെന്നാണോ, കിട്ടാൻ പോകുന്നു എന്നാണോ, അല്ല എന്താണ് ഇപ്പൊ എവിടെയാണ് ഇതിന്റെ പോയിന്റ് കിടക്കുന്നത്? അതെനിക്ക് 10 ലക്ഷം രൂപ 9.5 ലക്ഷം രൂപയും എനിക്കിപ്പോൾ ആ ഒരു അവിടുത്തെ സാറ് ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞു. ഷുവർട്ടിക്ക് ഒപ്പിട്ട് തരാം, നിങ്ങൾ വ്യാഴാഴ്ച വന്ന് വാങ്ങിക്കോളാൻ പറഞ്ഞു. ഓക്കെ, അതാണ് പോയിന്റ്. വാങ്ങിക്കോളാൻ പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. എന്തെങ്കിലും ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്തായിരുന്നു? ഞാൻ ഹലോ, മെഡിറ്റേഷൻ രാവിലെ ഞാൻ നന്ദി പറഞ്ഞിട്ട് 60 നിമിഷം 1 സെക്കൻഡിൽ 60 പറഞ്ഞില്ല 60 സെക്കൻഡ്. അത് 4 ദിവസം, 4ാമത്തെ ദിവസമാണ്. ഞാൻ ആകെ മെഡിറ്റേഷനിൽ കയറിയിട്ട് 4 ദിവസമേ ആയുള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കൺഗ്രാചുലേഷൻസ്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് തിരിച്ച് അപ്പൊ ഇനി കാസർഗോഡ് പോയിട്ട് വേണം മേടിക്കാൻ അല്ലേ? അതെനി കാസർഗോഡ് വ്യാഴാഴ്ച ചെല്ലാനാ പറഞ്ഞത്. 11 മണിക്ക് ചെല്ലാനാ പറഞ്ഞത്. പോയി വാങ്ങിച്ചിട്ട് വരും കേട്ടോ. അവര് ഒത്തിരി സന്തോഷം. എന്താണ് നമ്മുടെ ലതാംബികക്ക് എന്താ പറഞ്ഞു? ഗുഡ് ന്യൂസ് പറയണ്ടോ? ഗുഡ് ന്യൂസ് ആണോ? അൺമ്യൂട്ട് ചെയ്തോളൂ. അൺമ്യൂട്ട് ചെയ്തിട്ട് ആവുന്നില്ല. എന്ത് സംഭവിച്ചു? ഞാൻ 60 സെക്കൻഡിന്റെ ഇത് ചെയ്തു. എനിക്ക് പൈസ കിട്ടി. പ്രിയങ്കയുടെ സെയില് കുറച്ച് വന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. പ്രിയങ്കയുടെ സെയിൽ കുറച്ചും കൂടി കൂട്ടെ. നമ്മൾ ബിസിനസ് ക്ലാസ്സിൽ അതിന് പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? നടക്കട്ടെ, അത് പെട്ടെന്ന് നടക്കട്ടെ, കുറച്ചും കൂടി വരട്ടെ. താങ്ക് യു. ഇവിടെ ആർക്കെങ്കിലും ഒക്കെ ബ്യൂട്ടി ക്രീം പ്രിയങ്ക ഓൺ പ്രൊഡക്റ്റ് ആണ്, ലതാംബികയുടെ അതിന്റെ ഓൺ പ്രൊഡക്റ്റ് ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോട്ടോ, നമ്മള് ഡിസ്കൗണ്ടിൽ അയച്ചു തരും.
നമ്മളോട് എന്നോട് അപ്രോച്ച് ചെയ്ത ബ്യൂട്ടി ആയതുകൊണ്ട്, ബ്യൂട്ടി ക്രീം ആയതുകൊണ്ട് എന്നെ നേരിട്ട് അപ്രോച്ച് ചെയ്താ ഞാൻ കണക്ട് ചെയ്ത് തരാം എന്റെ കയ്യൊപ്പോട് കൂടി. ഓക്കെ, താങ്ക് യു. ഏതായാലും സുജാത പറഞ്ഞ സുജാത പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സോറി സുജാത മാം അല്ലേ? ഓക്കെ. ബിന്ദു ശ്രീകുമാർ, ഓക്കെ, അൺമ്യൂട്ട് ചെയ്തോ. ഹലോ പറഞ്ഞു. സാർ, ഞാൻ കഴിഞ്ഞ സാറിന്റെ 2020 മെഡിറ്റേഷനകത്ത് ഉണ്ടായിരുന്നേ. ഓ, അതിനുശേഷം ഞാൻ ഒരു മാനിഫെസ്റ്റ് ചെയ്ത് എന്താന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ഷോപ്പാണ്. അപ്പൊ എനിക്ക് അതൊന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു വഴി ഉണ്ടാവണമെന്നൊരു ഇതാണ് ഞാൻ വെച്ചിരുന്നത് മാനിഫെസ്റ്റേഷനില്. അത് ഞാനിങ്ങനെ കഴിഞ്ഞ 2 ദിവസം മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട് പാലക്കാടുള്ളതാണ്. അവരിങ്ങനെ കൊല്ലത്താണ് ഞാൻ താമസിക്കുന്നത്. അവിടെ വന്നപ്പോ നമ്മുടെ ഷോപ്പ് വന്ന് കാണുമോ. അപ്പോ ഈ നമ്മുടെ ഞാനിപ്പോ ഷോപ്പിലായിരിക്കുന്ന ഓൾറെഡി. അതിന്റെ ഫ്രണ്ടിൽ കുറച്ചൊരു ശൂന്യത പോലെയാണ്. എന്ന് വെച്ചാൽ അവിടെ ഫില്ലല്ല, സാധനങ്ങളൊന്നും ഫില്ലല്ല. അപ്പൊ എന്റെ മനസ്സിൽ എനിക്കൊരു 2 ലക്ഷം 3 ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഈ സാധനങ്ങള് വാങ്ങി ഇത് ഫില്ല് ചെയ്യാൻ എനിക്ക് പറ്റും എന്നൊരു ധാരണയില്ല. അങ്ങനെ അത് വെച്ചിട്ടാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തത്. അപ്പൊ ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്ന ആൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഹെൽപ്പ് ചെയ്യാമെന്ന്. ഇന്നാണ് എനിക്ക് അതിനൊരു കൺഫർമേഷൻ ആയത്. എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇപ്പൊ ഈ ആഴ്ച ഒരു 1 lakh നിനക്ക് ഞാൻ തരാം, അതിനുശേഷം 20-ാം തീയതിക്ക് ശേഷം വീണ്ടും ഒരു 1 lakh കൂടി ഞാൻ തരാം. അപ്പൊ നീ അത് കറക്റ്റ് ചെയ്തിട്ട് എനിക്ക് പിന്നീട് സമാധാനത്തിൽ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. സാറ്, എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എന്റെ ഷോപ്പ് ഒന്നുകൂടി ഒന്ന് വിപുലീകരിക്കണമെന്നുള്ളത്. അപ്പൊ ദൈവത്തിന് നന്ദി, സാറിന് നന്ദി. താങ്ക് ഗോഡ്, താങ്ക് യൂണിവേഴ്സ്. ബിസിനസ് ക്ലാസ്സിലുണ്ടോ നമ്മുടെ? ഉണ്ട് സാർ. ഇതൊക്കെ തിരിച്ചു കൊടുക്കുന്നതിനെ പറ്റി പ്ലാൻ ചെയ്തോളണം ഇപ്പൊ തന്നെ. പ്ലാൻ ചെയ്യുന്നുണ്ട് സാർ. കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നമ്മളൊരു പേയ്മെന്റ് സിസ്റ്റം, അതൊക്കെ ഞാൻ ബിസിനസ് ക്ലാസ്സിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഓരോന്നിനും കൃത്യമായ ഇതില്ലേ കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. താങ്ക് യു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവട്ടെ, സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ. ഓരോ ദിവസവും എന്റെ ജീവിതത്തിലും ഇതുപോലെ ചെറിയ ചെറിയ മിറാക്കിളുകൾ ഇങ്ങനെ ഓരോ ദിവസവും നടന്നു പോകും. അത് സന്തോഷത്തോടെ ഓരോ ദിവസവും നമ്മൾ പോവാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം, നിങ്ങൾ എല്ലാവരും കുറച്ച് വിഭിന്നമായിട്ട്, ഇവിടെ കാശിന് വേണ്ടി അല്ലെ പൈസ, പണം, അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് വരുന്നവരുണ്ടാവാം. അല്ലെങ്കിൽ ദിനേശ് സാറിന്റെ അടുത്ത് എന്താ പറയാ, മോട്ടിവേഷൻ പ്രതീക്ഷിച്ചു വരുന്നവരുണ്ടാവാം. മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ശ്രദ്ധയില്ല, ചിന്തകൾ പോകുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പരാതികളും പരിവട്ടങ്ങളുമായിട്ട് വരുന്നവരുണ്ടാവാം. അങ്ങനെ ഇപ്പൊ നേരത്തെ സൗദാമിനി പറഞ്ഞു എനിക്ക് മാത്രം കിട്ടിയില്ല എന്ന് പറയുന്ന അവസ്ഥയുണ്ടാവാം. ഇതിനൊക്കെ കൂടിയിട്ട് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം നിങ്ങൾക്ക് പെട്ടെന്ന് ദഹിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും ഞാൻ. കാരണം നമ്മളെല്ലാം ഇപ്പൊ ഒരു 45-അപ്പുറത്ത് കിടക്കുന്ന 40-അപ്പുറത്ത് കിടക്കുന്നവരാണ് മോസ്റ്റ് ഓഫ് പീപ്പിൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇവിടെ ഉള്ളവരൊക്കെ. ഇല്ലെങ്കിൽ കുറച്ച് കുറവുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കൂട്ടിക്കോ. ഒരു മെത്തേഡിൽ ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ് അപ്പൊ ആ രീതിയിൽ പറയണം. കൂടുതൽ വലിയ കൂട്ടത്തില്ല, താഴെയാണ് പറയാം. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ജീവിതത്തിൽ നമുക്ക് സന്തോഷം, അതാണ് പരമപ്രധാനമായ വിഷയം എന്ന് പറയുന്നത്. സന്തോഷം അനുഭവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സമ്പത്ത്, സന്തോഷം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നാണ് കണക്ക്. അപ്പോൾ ഏതെങ്കിലും ഒരു സമ്പത്ത് നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഒരു സ്റ്റേജിൽ എത്തിയാൽ മാത്രമേ പറ്റുള്ളൂ. ആ സ്റ്റേജ് നമുക്ക് കടന്ന് അതിൽ നിന്നാൽ മാത്രമേ ഇത് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ഏത് സ്റ്റേജാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കഴിച്ചോളൂ. ആദ്യത്തെ ടാബ്ലറ്റ്സ് എടുത്ത് കഴിച്ചോളൂ. ഐ എം ഹാപ്പി ആൻഡ് റെഡി. ഇതില്ലാത്തുള്ള പരിപാടി നിങ്ങൾ വിചാരിക്കുന്നുണ്ട് സാറിന് എത്ര ചോദിക്കാതെ ഒരു സമയമുണ്ട്, ഒരു സമയത്തെ കഴിക്കാൻ പറ്റും. ആദ്യം വെള്ളമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് ടാബ്ലറ്റ്സ് കഴിക്കാൻ പറയപ്പെടും. അതൊക്കെ റെഡിയാക്കി വെച്ചതാണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഉള്ളിലുള്ള ശക്തിയെ തിരിച്ചറിയാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം നമുക്ക് മുമ്പോട്ട് പോകാം. അതിനുവേണ്ടി തയ്യാറാവുക. ഇപ്പോൾ വന്ന 2 വാക്കുകളും നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാർക്കും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ പണ്ട് പറഞ്ഞില്ലേ, പോയിട്ടേയിരിക്കണം. അതാണ് പോയിട്ടേയിരിക്കണം. നമുക്ക് കാര്യങ്ങൾ നേടണം,
പോകണം, പിന്നെയും നമ്മൾ ഓരോ കാര്യങ്ങൾ നേടിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ തിരിച്ചറിയാൻ സാധിക്കണം എങ്കിൽ എന്ത് ചെയ്യണം? എന്താണ് നമ്മൾ ഇതിന് ചെയ്യേണ്ടത്? ആർക്കെങ്കിലും പറയാൻ പറ്റും? നമ്മളുടെ ഉള്ളിലുള്ള ശക്തി, അങ്ങനെ ഒരു സംഭവം അറിയോ നിങ്ങൾക്ക്? ഉള്ളിലുള്ള ശക്തി പുറമേയുള്ള ശക്തി എന്നറിയോ? നമുക്ക് വേണമെങ്കിൽ ഈ ടേബിളിലെ ഇതിനെ എടുത്തിട്ട് തള്ളി വെക്കാം, അല്ലെ? അല്ലെങ്കിൽ വലിയൊരു കല്ലിനെ എടുത്ത് നീക്കി വെക്കാം. അതിന് വേണ്ട ഉള്ളിലെ ശക്തിയാണോ? ഈ ടാബ്ലറ്റ്സ് എന്താണെന്നാണ് ചോദിച്ചത്. ഇവിടെ ചാറ്റ് ബോക്സിൽ നോക്കിയാൽ മതി ടാബ്ലറ്റ്സ് എന്താണ്. ഇതാണ് ഇവിടുത്തെ സീക്രട്ട്. ഇവിടെ എന്തിനാണ് സാറേ എല്ലാവരും വരുന്നതെന്നറിയോ? ഈ ടാബ്ലറ്റ്സ് കഴിക്കാൻ വേണ്ടിയിട്ടാ. ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ്. നമ്മൾ എപ്പോഴും കൊടുക്കുന്ന എല്ലാവർക്കും ടാബ്ലറ്റ്സ്. അത് കഴിച്ചാലാണ് ഇവിടെ, എന്നിട്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ മിറാക്കിളുകൾ സംഭവിക്കുന്നത്, ടാബ്ലറ്റ്സ് കഴിച്ചുകൊണ്ടാണ്. അപ്പോൾ ഉള്ളിലുള്ള ശക്തി, പുറമേയുള്ള ശക്തി. പക്ഷെ എന്തിനും അടിസ്ഥാനം എന്താണ്? എല്ലാത്തിന്റെയും അടിസ്ഥാനം നമ്മുടെ ഉള്ളിലുള്ള ശക്തിയാണെന്ന് തിരിച്ചറിയുക. ഉള്ളിൽ എപ്പോഴാണോ നമ്മൾ ശക്തി ഉണ്ടാവുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് പുറമേ ശക്തി ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഉള്ളിലുള്ള ശക്തിക്ക് പ്രധാനമായും ഒരുപാട് കാരണങ്ങളുണ്ട്. അതിനെ പാകപ്പെടുത്തി എടുക്കലാണ് നമ്മൾ പ്രധാനമായും ഇവിടെ ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളുടെ ആന്തരിക ശക്തിയെ എപ്പോഴാണോ നമ്മൾ പാകപ്പെടുത്തിയെടുക്കുന്നത്, ആന്തരികമായ ശക്തി എപ്പോഴാണോ നമ്മൾ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ ആന്തരിക ശക്തി എപ്പോഴാണോ നമ്മുടെ ആവശ്യാനുസരണം ക്രമപ്പെടുത്തി നമ്മൾ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ആന്തരികമായ ശക്തി എപ്പോഴാണോ നമ്മൾ തിരിച്ചറിയുന്നത്, അന്നേരം മാത്രമേ നമുക്ക് എന്തെങ്കിലും ആവാനോ എന്തെങ്കിലും ആവും എന്നുള്ള പ്രതീക്ഷ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇത് കുറച്ചും കൂടി ഡീപ്പ് സ്പിരിച്വാലിറ്റിയാണ്. ദൈവിക അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്നത് രാമ 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 നാരായണ നാരായണ മാത്രമല്ല, അവനവന്റെ അകത്തോട്ടുള്ള ഉള്ളിനെ തിരിച്ചറിയാൻ എപ്പോഴാണോ അവനവന് ശ്രമമുണ്ടാവുന്നത് അന്നേരം മാത്രമേ സാധ്യമാകുള്ളൂ. അതിന് നമ്മുടെ ആത്മീയതയിൽ വിളിക്കുന്ന പേരാണ് ആത്മാന്വേഷണം എന്ന് പറയുന്നത്. എപ്പോഴാണോ ആത്മാന്വേഷണത്തിന് നമ്മൾ സാധ്യമാകുന്നത് അപ്പോൾ മാത്രമേ മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. അപ്പോൾ നേരത്തെ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ട് എനിക്ക് മാറ്റം ഉണ്ടാവുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് ലഭിക്കുന്നില്ല, എന്തുകൊണ്ട് എനിക്കിതൊന്ന് സാധ്യമാവില്ല എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത്? ഒന്ന് അകത്തോട്ട് ചോദിച്ചേ. ഞാൻ പുറത്തുനിന്ന് പറയുന്നതിന് പകരം അകത്തോട്ടൊന്ന് ചോദിച്ചു നോക്കൂ, എന്തുകൊണ്ട് എനിക്ക് ആകുന്നില്ല എന്നുള്ള ഒറ്റ ഉത്തരമാണ്. നിങ്ങൾ നിങ്ങളുടെ ആത്മാവുമായി കണക്ഷൻ ചെയ്യുന്നില്ല എന്നുള്ളത്. ആത്മാവുമായി എപ്പോഴാണോ നമുക്ക് കണക്ട് ചെയ്യപ്പെടുന്നത് അപ്പോൾ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. ചിലവർക്ക് അത് കോൺഷ്യസ്ലി സംഭവിക്കാം, മറ്റു ചിലർക്ക് അത് സബ് കോൺഷ്യസ്ലി സംഭവിക്കാം. പക്ഷെ സംഭവിച്ചിരിക്കണം. എപ്പോഴാണോ നമ്മുടെ ആത്മാവും, നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഘടകങ്ങൾ, 4 ഉണ്ട് എന്ന് പറയും. പക്ഷെ 3 പറ്റി നമ്മൾ കൊടുത്തിരിക്കുന്നത്, നമ്മളെല്ലാം ജീവിക്കുന്നത് 3rd ഡയമെൻഷനിലാണെന്ന് പറയും. 3 ഡയമെൻഷനാണ് നമുക്കുള്ളത്. ഒന്ന് ഞാൻ, ഒന്ന് എന്റെ ആത്മാവ്, ഒന്ന് എന്റെ ശരീരം. 3 ഡയമെൻഷനാണ് നമുക്ക്. ശരിക്കും 4 ഡയമെൻഷൻസ് അൾട്ടിമേറ്റ് കോൺഷ്യസ് എന്ന് പറയുന്ന ഡയമെൻഷൻ ഉണ്ട്. അതിലേക്ക് നമ്മളിപ്പോ പോകുന്നില്ല. അത് മറ്റൊരു തലമാണ്, ആത്മീയന്റെ അൾട്ടിമേറ്റ് തലമാണ്. നമ്മൾ 3 ഡയമെൻഷനെ പറ്റി മാത്രം പറയുന്നു. ഞാൻ, എന്റെ മനസ്സ്, എന്റെ ശരീരം, അല്ലെ? ഈ 3 കാര്യങ്ങളുണ്ട്. ഇതിലേതാണ് എന്റേത്? ഇതിലേതെങ്കിലും എന്റെ സ്വന്തമാണോ? അതൊക്കെ അങ്ങോട്ട് പോട്ടെ, ഞാൻ തൽക്കാലം അതിനെ മാറ്റി വെക്കുന്നു. കാരണം അത് മറ്റൊരു ആത്മീയ തലമാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ ഉള്ളിലെ ശക്തിയെ, നമ്മുടെ കഴിവിനെ, നമ്മുടെ കഴിവുകേടുകളെ, നമുക്കുള്ള പരിമിതികളെ, നമുക്കുള്ള ശക്തികളെ ആർക്ക് തിരിച്ചറിയാൻ പറ്റണം? നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഇപ്പോൾ നിങ്ങൾക്ക് അത് അറിയുന്നുണ്ടോ? എത്ര പേർക്ക് അറിയാം ഐ നോ അബൌട്ട് മൈ സ്ട്രെങ്ത്, അല്ലെങ്കിൽ എനിക്ക് എന്റെ ശക്തിയെ അറിയാം എന്ന് പറയുന്ന എത്ര പേരുണ്ട്? സോറി, 7th ഡയമെൻഷൻ അൾട്ടിമേറ്റ് ആണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ സാധാരണ ലൈഫിന്റെ 3 ഡയമെൻഷനെ പറ്റി പറയുന്നുള്ളൂ. ഷറഫുദ്ദീൻ 7th ഡയമെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇതൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഡൈജസ്റ്റ് ആവില്ല. അതുകൊണ്ടാണ്. യെസ്, ആത്മാവുമായി എങ്ങനെ കണക്ട് ചെയ്യും? അതാണല്ലോ ചോദ്യം. യെസ്, അതാണ് പ്രധാനമായ കാര്യം. ആത്മാവുമായിട്ടൊന്നും നിങ്ങൾ ഇപ്പൊ കണക്ട് ചെയ്യണം. അത് ഓട്ടോമാറ്റിക് സംഭവിച്ചു. നിങ്ങളാണ് ആത്മാവ്. നിങ്ങൾ എങ്ങോട്ട് കണക്ട് ചെയ്യും? നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെയും ശരീരവുമായിട്ടാണ്. നിങ്ങൾ ആത്മാവാണ്. ഞാൻ എന്ന് പറയുന്നതാണ് ആത്മാവ്. മനസ്സിനെ കറക്റ്റ് ചെയ്തെടുക്കുക,
ആത്മാവുമായി മനസ്സിനെ, ആത്മാവാകുന്ന ഞാൻ എന്റെ മനസ്സിനെ കണക്ട് ചെയ്തിരിക്കുക, അതിലേക്ക് ശരീരത്തെ കൂടെ കണക്ട് ചെയ്യാണ് പർപ്പസ്. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. നമ്മൾ നേരെ തിരിച്ചാ ചിന്തിക്കുന്നത്. അതൊക്കെ മറ്റൊരു കോൺസെപ്റ്റ്. ഞാൻ അത്രയും ഇതിലേക്ക് പോകുന്നില്ല. പോയാൽ നിങ്ങൾക്ക് എനിക്ക് മനസ്സിന് ശക്തിയില്ലെന്നറിയാം. അപ്പൊ ഞാൻ ആരാണ്? ചോദ്യം കുറെ ഇങ്ങനെ പോകും, അതിലേക്ക് പോകണ്ട. ഞാൻ തൽക്കാലം സിംപ്ലിഫൈ ചെയ്ത് പറയാം, കാരണം അതിങ്ങനെ പോകും. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ്. നമ്മളുടെ ആന്തരികമായ ശക്തിയെ നമ്മൾ തിരിച്ചറിയാൻ സാധിക്കണം. അതിനു വേണ്ടിയാണ്, അതുകൊണ്ടാണ് നിങ്ങൾ അതിന്റെ അന്വേഷണത്തിലാണ്. നിങ്ങൾക്കത് തിരിച്ചറിഞ്ഞില്ലെന്നേ ഉള്ളൂ. അതിന്റെ അന്വേഷണത്തിൽ നിങ്ങൾ ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇന്ന് ഇവിടെ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ആ അന്വേഷണത്തിന്റെ പാതയിൽ ആയതുകൊണ്ടാണ് നിങ്ങൾ എന്റെ യൂട്യൂബ് വീഡിയോ കാണുന്നത്. ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾ കയറി ഇറങ്ങണം. പക്ഷെ വീണ്ടും വീണ്ടും എന്റെ യൂട്യൂബ് വീഡിയോ ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ട്, നിങ്ങൾ വീട്ടിൽ എല്ലാവരും ഇതിൽ തയ്യാറാവുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ എന്തോ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ എന്തോ ഒരു കാര്യത്തെ ആത്മാർത്ഥമായി അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ എന്തൊക്കെയോ ചെറിയ പൊടികൾ എവിടെയൊക്കെയോ ഞാൻ പറയുന്നതിൽ വരുന്നുണ്ട്. അതാണ് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറായി നിൽക്കുന്നത് എന്നതാണ് പരമാർത്ഥം. അതാണ് അതിന്റെ സത്യം. അപ്പോൾ നിങ്ങൾ അതിന് തയ്യാറായ ആളാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. സോ അത് എഴുതി വെച്ചോളൂ. നിങ്ങളുടെ പേര് ഇന്ന് മുതൽ ആത്മാന്വേഷികൾ എന്നാണ്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഉദ്ധരേതാത്മാനാം ആത്മാനാം വിശ്വേത എന്ന് പറയുന്ന, ഞാൻ എന്റെ പുസ്തകം തുടങ്ങുന്ന അതിൽ വെച്ചിട്ടാണ്. അതിൽ തന്നെയാണ് മുഴുവനായിട്ടും പോകുന്നത്. അവനവനെ ഉയർത്താൻ ഏതവനാണോ തയ്യാറാവുന്നത് അവന് മാത്രമേ ജീവിതത്തിൽ ഉയർച്ചയുള്ളൂ. അല്ലാത്തവൻ അവനവനെ തകർക്കാൻ ആരാണോ തയ്യാറായി പോകുന്നത് അവന് സംഭവിക്കുന്നത് എന്തായിരിക്കും? അത്ര തന്നെ. അപ്പൊ എന്താണോ നിങ്ങൾ ഉറപ്പിക്കുന്നത് അത് തന്നെ സംഭവിച്ചിരിക്കുമെന്ന് ഭഗവാൻ ആദ്യം തന്നെ അർജുനന് ഉപദേശിക്കുന്ന സെയിം സാധനമാണ്. ഇതേ കോൺസെപ്റ്റിലാണ് നമ്മൾ മുഴുവനായിട്ട് പോകുന്നത്. നമ്മുടെ ജേർണി ടു ഹാപ്പിനെസ് എന്ന പുസ്തകത്തിൽ ആദ്യത്തെ വരി ഞാൻ എഴുതി വെച്ചത് ഇത് തന്നെയാണ്. കോൺസെപ്റ്റ്, ഒറ്റ കോൺസെപ്റ്റിൽ ബേസ് ചെയ്തിട്ടാണ്. അതിന് പിന്നെ നിങ്ങൾ സൈക്കോളജി എന്നോ അതിനുശേഷം പാരാസൈക്കോളജി എന്നോ അതിനുശേഷം ഇതിനെ ന്യൂറോ സയൻസ് എന്നോ മൈൻഡ് മാസ്റ്ററി എന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും ഇതിന്റെയൊക്കെ അടിസ്ഥാന ഘടകം, ആദ്യത്തെ വാക്ക് ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തത് തന്നെയാണ്. അതിൽ തന്നെയാണ് നമ്മളൊക്കെ നിന്നു പോകേണ്ടത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇന്ന് എഴുതി വെച്ചല്ലോ നിങ്ങൾ, ഇന്ന് മുതൽ നിങ്ങൾക്ക് കൃത്യമായി എഴുതി വെക്കാം. നിങ്ങൾ എല്ലാവരും ആത്മാന്വേഷികളാണ്. ആർക്കെങ്കിലും അതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ആ കോൺസെപ്റ്റുമായിട്ട് നിങ്ങൾ ആക്ച്വലി അതാണ്, പക്ഷെ നിങ്ങൾ അതിലേക്ക് എത്തിയിട്ടില്ല. നിങ്ങളൊരു പുതിയ ചുരിദാർ മേടിച്ചു, അത് നല്ല രസമുണ്ടെന്ന് നിങ്ങൾക്കറിയാം, പക്ഷെ ഇടാൻ നിങ്ങളുടെ മനസ്സ് സമ്മതിക്കുന്നില്ല എന്നത് മാത്രമാണ് അവിടുത്തെ ഒറ്റ കോൺസെപ്റ്റ്. നിങ്ങൾ പുതിയ നമ്മളുണ്ടാവില്ലേ, പുതിയ ഷർട്ട് മേടിച്ചു, അല്ല നല്ലതാണ് അറിയാം, എടുത്തു മേടിച്ചു. ഞാനും കൊണ്ടുവച്ച ഷർട്ടുകൾ ഉണ്ട്, അങ്ങോട്ട് ഇടാൻ മടിയാണ്. അതുപോലെ ആ വസ്ത്രം നിങ്ങൾ എടുത്ത് ഉപയോഗിക്കാൻ തയ്യാറാവുന്നില്ല എന്നത് മാത്രമാണ് ഏകമായ വിഷയം. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഒരാളോട് സംസാരിച്ച അവരോട് പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ്. നിങ്ങൾ പലതിനെയും മറന്നു പോകുന്നു ജീവിതത്തിൽ. അതല്ല, അതിനെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങൂ, ജീവിതം മാറുന്നത് കാണാൻ പറ്റും. അതിന് മാത്രം തയ്യാറായിരുന്നു. ഇവിടെ പഠിപ്പിക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ ആയിക്കോട്ടെ, ഇവിടെ പഠിക്കുന്ന മാനിഫെസ്റ്റേഷൻ ആയിക്കോട്ടെ, മണി മാനിഫെസ്റ്റേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ജേർണി ടു ഹാപ്പിനെസ് ആയിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ, ഇതിലൊറ്റ ബേസേ ഉള്ളൂ. അവനവനെ തിരിച്ചറിയുക, അവനവനെ തന്നെ ഉദ്ധരിക്കുക എന്നത് മാത്രമാണ് ഭഗവാൻ പറഞ്ഞ ആ ഒരൊറ്റ കോൺസെപ്റ്റിലാണ് ഈ ഭൂലോകം മുഴുവൻ സഞ്ചരിക്കുന്നത്. അത് നിങ്ങൾ എങ്ങനെ പോയാലും അതിൽ തന്നെ നിൽക്കും. അത് യേശുദേവൻ പറഞ്ഞതും സെയിം തന്നെയാണ്, നബി തിരുമേനി പറഞ്ഞതും സെയിം തന്നെയാണ്. എല്ലാവരും അവരവരെ ഉയർത്തു, നമുക്ക് ലോകം മാറ്റപ്പെടും എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇതിലൊക്കെ ഒരു വ്യത്യാസം ഒരാളും മാറ്റി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എങ്ങനെ സാധ്യമാകുന്ന സൗദാമിനിയുടെ ചോദ്യത്തിനാണ് ഉത്തരം, അന്വേഷിക്കൂ, കണ്ടെത്തൂ എന്ന് മാത്രമാണ് പറഞ്ഞത്. നമുക്ക് എന്തിന് അന്വേഷണത്തിലൂടെ മാത്രമേ സാധ്യമാകുള്ളൂ. ഞാൻ ഇവിടെ വന്നിട്ട് 24 മണിക്കൂറും ലെക്ചറിങ് നിങ്ങൾക്ക് നടത്തിയിട്ട് നിങ്ങൾ സ്വയം ആ ചോദ്യം അകത്ത് നിന്ന് വരാത്തോളം, നിങ്ങൾ അതിന്റെ അന്തഃശ്രദ്ധ അകത്ത് നിന്ന് പുറത്തെടുക്കാത്തോളം കാലം സാധ്യമാവില്ല. ബാക്കിയെല്ലാം എക്സ്റ്റേണൽ ആണ്. നിങ്ങൾ 1 ലിറ്റർ വെള്ളം കുടിച്ചോളൂ, നിങ്ങൾ കുടിച്ചു എന്നുള്ള ഫീൽ, നിങ്ങൾ വിശ്വാസം, നിങ്ങൾ വെള്ളം കുടിച്ചു എന്നുള്ള വിശ്വാസം നിങ്ങളിൽ ഉടലെടുക്കാത്തോളം കാലം ദാഹം ശമിക്കയില്ല എന്നറിയുക.
നമ്മൾ 1 ലിറ്ററോ 2 ലിറ്ററോ 3 ലിറ്ററോ വെള്ളം കുടിച്ചോട്ടു, ഞാൻ കുടിച്ചു എന്നുള്ള വിശ്വാസം എനിക്കില്ലെങ്കിൽ ദാഹശമനം ഉണ്ടാവില്ല. അറിയാവോ അങ്ങനെ? ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. നിങ്ങൾ ഇടക്കൊന്ന് കുടിച്ചു നോക്കുക. നിങ്ങൾക്ക് വിശ്വസിക്കാതെ വെള്ളം എടുത്ത് കുടിച്ചു നോക്കുക, അല്ലേ? ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആത്മാവിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയേണ്ടത്, ഏതിലൂടെ കടന്നു പോയാൽ നമുക്കത് അനുഭവിക്കാൻ അറിയാൻ പറ്റും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ പോയിന്റ്, ഉള്ളിലുള്ള ആകാംക്ഷയെയും സംശയത്തിനെയും വിട്ടുകൊടുക്കുക. എഴുതി വെച്ചോളൂ, ഇത് ഞാൻ പഠിപ്പിച്ചു വരുന്നുണ്ട്, ചോദിക്കണ്ട, എങ്ങനെ വേണം മനസ്സിലാവുന്നില്ല. ഇന്ന് പറയുന്നുണ്ട് 5 കാര്യങ്ങളിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കി തരാം. ഉള്ളിലുള്ള ആകാംക്ഷയെയും സംശയങ്ങളെയും വിട്ടുകൊടുക്കുക. ഇതിന് പറയുന്ന പേരാണ് മറ്റൊരു പേരാണ് ഈ നമ്മുടെ ജേർണി ടു ഹാപ്പിനെസ്സിൽ പറയുന്നത് റിമൂവ് ഇംപ്യൂരിറ്റീസ്. മാലിന്യങ്ങളെ നീക്കുക. ആകാംക്ഷ എന്ന് പറയുന്നത് നല്ല കാര്യമാണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആകാംക്ഷ ഒരു നല്ല കാര്യമാണെന്ന്? ക്യൂരിയോസിറ്റി നല്ലതാണ്. ആകാംക്ഷ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുമ്പോൾ ഒക്കെ നമ്മൾ എപ്പോഴും അത് ശരിയാകുമോ, ഇത് ശരിയാകുമോ, അതെന്താ അങ്ങനെ, ഇവരെന്താ ഇങ്ങനെ പറഞ്ഞത്, അതെങ്ങനെയല്ല വേണ്ടത്, അങ്ങനെയുള്ള കുറേ അബദ്ധമായ ധാരണകൾ സൃഷ്ടിക്കപ്പെട്ടു. സംശയങ്ങൾ ഒരുപാട് നമുക്കുണ്ടാവും, എല്ലാത്തിനും സംശയം. എന്താണ്? എന്നെ തന്നെ സംശയം. എന്നെ കൊണ്ട് പറ്റുമോ? ഞാൻ ചെയ്യാൻ പറ്റുമോ? ഞാൻ രാവിലെ എഴുന്നേക്കുമോ? എനിക്കറിയില്ല. ആർക്കറിയാൻ രാവിലെ എഴുന്നേക്കുമോ? എത്ര പേർക്കുണ്ട് രാവിലെ എഴുന്നേക്കുമെന്ന് ഡൗട്ടുള്ളവരോട്? സാറേ 4 മണിക്ക് എഴുന്നേക്കാനോ? എനിക്ക് പറ്റുമെന്ന് അറിയില്ല കേട്ടോ. അല്ലെ 5:30 മണിക്ക് മെഡിറ്റേഷൻ. സാറേ എത്രയോ ആൾക്കാർ പറഞ്ഞു സാറേ 5:30 മണിക്ക് എഴുന്നേക്കേണ്ട ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. അത് പല റീസൺസ് ഉണ്ട്, അല്ലെ? എന്താണ്? ചിലപ്പോ എൻ്റെ മൊബൈൽ, എന്റെ സ്ഥിരം സ്വഭാവം സാറേ, മൊബൈൽ അടിച്ചാൽ അപ്പൊ ഒന്ന് ഓഫാക്കി കിടന്നുറങ്ങും. ആർക്കാണ് വിശ്വാസമില്ലാത്തത്? ആർക്കാണ് വിശ്വാസമില്ലാത്തത്? അവനവന് വിശ്വാസമില്ല. ഞാൻ എഴുന്നേക്കും എന്നുള്ള വിശ്വാസം അവനില്ല. സത്യമാണ്. ഒരാൾക്കും അതിന്റെ സത്യം എന്താണെന്നറിയോ? ഇതിൽ ആരാണ് എഴുന്നേക്കുന്ന ഉറപ്പുള്ളത്? ഇവിടെ നമ്മൾ വെറും വിശ്വാസമാണ്. ഞാൻ രാവിലെ എഴുന്നേക്കുന്ന എന്റെ വിശ്വാസമാണ്, അല്ലേ? എല്ലാവർക്കും അങ്ങനെയല്ലേ? ഈ പറയുന്ന നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്കോ അവർക്കും അത് തന്നെ ഉള്ളൂ. പക്ഷെ ഞാനത് പറയില്ല, നിങ്ങളത് പറയുന്നു, ഇത്രേ ഉള്ളൂ. ചിലപ്പോൾ കഴിഞ്ഞ് തീർന്നെന്ന് വരും, രാവിലെ എഴുന്നേക്ക് ഉണ്ടായെന്ന് വരില്ല. വേറെ എവിടെയെങ്കിലും പോയിട്ടായിരിക്കും ചിലപ്പോൾ എഴുന്നേക്കുന്നത്. നേരെ കൊണ്ടുപോയിട്ട് ആ എണ്ണയുടെ മുകളിൽ നിർത്തിയിട്ട് നീ വാ ഇവിടെ പണിയുണ്ട് എന്ന് പറയുന്ന അവസ്ഥയായിരിക്കും. എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്ന തിളച്ച എണ്ണയായിരിക്കും താഴെ. പറയാൻ പറ്റില്ല മനുഷ്യന്റെ അവസ്ഥ, ഇത്രേ ഉള്ളൂ. അപ്പൊ അതിനെ ചിന്തിക്കുന്നില്ലല്ലോ നമ്മൾ ചിന്തിക്കും ഞാൻ രാവിലെ എഴുന്നേക്കും എന്നല്ലേ. അത് ഇത്രയാണ് കാര്യം. ഇതിനെ ഒന്ന് നമ്മൾ സംശയ ദൃഷ്ടിയോടെ കാണാതെ നമ്മൾ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര പേര് ഇവിടെ ഇരിക്കുന്നുണ്ടെന്നറിയോ? 267 പേര് ഫിസിക്കലായിട്ട് ബോഡി എന്റെ മുമ്പിലുണ്ട്. എവിടേക്ക് നിങ്ങൾ പോകുന്നുണ്ടാകുന്നറിയോ? അയ്യോ കിച്ചണില്, എന്റെ മകൻ ഭക്ഷണം കഴിച്ചോ, വന്നോ, പോയോ, തിന്നില്ലേ? അന്നേരത്ത് ഇന്നലെ ഒരാൾ പറഞ്ഞു സാറേ ഞാൻ എന്ത് ചെയ്താലും കിച്ചണിൽ സാധനം വെച്ച് അത് കരിച്ചിട്ടേ വിടത്തുള്ളൂ. എന്താണ്? കിച്ചണിൽ വെച്ച് വന്നു, നമ്മളിവിടെ ഉണ്ട്, ശ്രദ്ധ കിച്ചണിൽ ഇല്ല അതിനെപ്പറ്റി മറന്നേ പോയി, മറ്റേതെങ്കിലും ലോകത്ത് പോകുന്നുണ്ടല്ലേ. അങ്ങനെ നമുക്ക് മുഴുവൻ സംശയങ്ങളാണ്. നടക്കില്ല. നമ്മുടെ ആന്തരിക ശക്തിയെ പുറത്തെടുക്കാൻ സാധിക്കില്ല. കാരണം അതിലെല്ലാം ഡൗട്ടാണ്. അതിനെ നമ്മൾ കുപ്പിയിലെ ഭൂതം പോലെ വെക്കുന്ന പോലെ അതിനകത്ത് ശക്തി ഉണ്ടതിന് മുകളിൽ ഈ സംശയമാകുന്ന ഒരു ക്യാപ്പ് ഇട്ട് വെച്ചു. ഇത് നടക്കില്ല. സ്പിരിച്വാലിറ്റിയിൽ ആദ്യം എടുത്തു കളയേണ്ടത് എല്ലാം സർവം ഈശ്വരമയം, അല്ലെങ്കിൽ സർവം ഒന്നാണ്. എല്ലാത്തിലും എവിടെയും ഡൗട്ട് വേണ്ട. എന്നിലും നിങ്ങളും ഡൗട്ട് വേണ്ട. ഇപ്പോൾ എന്റെ ക്ലാസ് കേൾക്കുന്ന എത്ര പേർക്ക് അവരവർ ഡൗട്ടുള്ള പോലത്തെ സാറ് പറയുന്നതൊക്കെ ശരിയായിരിക്കുമോ, ഇത് നടക്കുമോ എന്ന് സംശയമുള്ളവരില്ലേ? ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് വന്നപ്പോ ഒരാൾ ചോദിച്ചു സാറേ മോതിരം ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ലഭിക്കും? ലഭിക്കില്ല സാർ, അതെങ്ങനെയാണ് ലഭിക്കുക? ഞാൻ പറഞ്ഞു ലഭിക്കില്ല. നിങ്ങൾ എഴുതിയിട്ട് മോതിരം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കില്ല. അതെങ്ങനെ ലഭിക്കും സാറേ? ലഭിക്കില്ലടോ. എങ്ങനെ ലഭിക്കുക? അത് നിങ്ങൾ ആ ലഭിക്കുന്നതിന്റെ മൂഡ് നിങ്ങൾ പൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മൂടെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കിട്ടും? അപ്പൊ സാധ്യമേ അല്ല. ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ മോതിരം ഇട്ടോളൂ, ആലിൽ എഴുതി വെച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ കുപ്പിയില് നമ്മുടെ എഴുതിയിട്ട് ഇങ്ങനെ നമ്മൾ ഇടാൻ പറഞ്ഞില്ലേ, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയിടാൻ പറഞ്ഞു, അതൊക്കെ എന്ത് വേണം ചെയ്തോളൂ. പക്ഷെ ഒരു സാധനം നിങ്ങളിൽ, ഈ സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് നടക്കില്ല. സൗദാമിനിക്ക് മനസ്സിലായോ എന്താണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എന്ന്? പിടികിട്ടിയോ? ഞാൻ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾക്കുള്ളതെന്ന് മനസ്സിലായല്ലോ. ഈ സാധനം ഉള്ളത് കൊണ്ടാണ് സാറേ എനിക്ക് കിട്ടുന്നത്. ഇന്നത് ഒഴിവാക്കിക്കോ. ഈ സാധനം ഒഴിവാക്കിയിട്ട് ഇന്ന് പോയിട്ട് മോതിരിട്ടോ, നാളേക്ക് വിചാരിച്ച കാര്യം കിട്ടിയിരിക്കും. വിശ്വാസം നമുക്ക് വേണ്ടത് ഉള്ളി വിശ്വാസമാണ്. നമുക്ക് സംശയങ്ങൾ വേണ്ട, അല്ലെങ്കിൽ നമുക്ക് ആകാംക്ഷ വേണ്ട. എനിക്ക് കിട്ടും. തിലകൻ സാർ നേരത്തെ പറഞ്ഞ സെയിം സാധനമാണ്.
ഞാനത് കിട്ടുമെന്ന് വിശ്വസിച്ചു. സാറിന്റെ 60 സെക്കൻഡ് ഞാൻ മെഡിറ്റേറ്റ് ചെയ്തു, അത് ലഭിച്ചു എന്ന രീതിയിൽ പൂർണ്ണമായി സെറ്റ് ചെയ്ത് പോയി വിളിച്ചപ്പോ ദൈവം വന്നു. ഇത് യൂണിവേഴ്സുമായുള്ള കണക്ഷനാണ്. ഇതാണ് ദൈവീകത എന്ന് പറയുന്നത്. നമ്മുടെ ആന്തരിക ശക്തിയും പ്രപഞ്ച ശക്തിയുമായി എപ്പോഴാണോ യോജിക്കുന്നത്, അപ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. അത്ഭുതങ്ങളെ സംഭവിക്കും. എങ്ങനെ ലോട്ടറി അടിക്കുന്നു അറിയോ? വെറും സിമ്പിൾ ആണ്. ലോട്ടറി എടുക്കും, ഉറപ്പിച്ചു ഇതെനിക്ക് കിട്ടും, ഇതിലൊരു ഒരു സമ്മാനം എനിക്കുണ്ട്. എന്താ? സാറ് പറഞ്ഞതാണ്. ആ വിശ്വാസത്തിൽ പോയി ലോട്ടറി അടിച്ച് കിട്ടും. ഇത്രയും വളരെ ലളിതമാണ് ഈ സാധനം. പക്ഷെ ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയും പ്രപഞ്ച ശക്തിയുമായി കണക്ട് ചെയ്യാത്തിടത്തോളം കാലം സാധിക്കില്ല. അതിന് ഈ പറഞ്ഞ സംശയങ്ങളെ ദുരുപയോഗിക്കണം, റിമൂവ് ഇമ്പ്യൂരിറ്റീസ് ചെയ്യണമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കയറ്റിവെച്ചതുണ്ട്. ഓക്കെ, ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, എങ്ങനെ അടുത്തത് ഇത് ചെയ്യണം. ഇനി അടുത്തത് എങ്ങനെ ശാന്തമാക്കാം. ഞാൻ പറഞ്ഞു, ഇത് മനസ്സ് ശാന്തമായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. മനസ്സ് ശാന്തമാകുമ്പോൾ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എഴുതിക്കോളൂ. മനസ്സ് ശാന്തമാക്കാൻ ഏകമായ പോംവഴി എന്താണ്? ആർക്കും അറിയില്ലല്ലേ? ഞാൻ പറയില്ല, നിങ്ങൾ പറഞ്ഞു. ഏകമായ പോംവഴി എന്താണ്? പോരാ, ടൈപ്പിംഗ് പോരാ. കുറേ ആൾക്കാർ അനങ്ങാതിരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം. മനസ്സ് ശാന്തമാക്കാൻ ഇന്ന് ലോകത്ത് കണ്ടുപിടിച്ചതിൽ ഏകമായ പോംവഴി. നിങ്ങൾ ടാബ്ലറ്റ്സ് കഴിച്ചിട്ടും കാര്യമില്ല, ഇഞ്ചക്ഷൻ എടുത്തിട്ടും കാര്യമില്ല, ഓപ്പറേഷൻ ചെയ്തിട്ടും കാര്യമില്ല. മനസ്സ് എന്ന് പറയുന്ന സാധനത്തിനെ, അങ്ങനത്തെ ഒന്ന് എവിടെയോ കിടപ്പുണ്ടല്ലേ, അത് എവിടെയാണെന്ന് അറിയില്ല, എവിടെയോ കിടക്കും. ആ സാധനത്തെ ഒന്ന് ശാന്തമാക്കണമെങ്കിൽ ബ്രെയിനിനെ സ്വസ്ഥമാക്കാൻ, അല്ലെങ്കിൽ മനസ്സിന് ബ്രെയിനുമായിട്ട് തന്നെ കണക്ട് ചെയ്ത് പറയേണ്ടി വരും. മെഡിറ്റേഷൻ മാത്രമേ പോസിബിൾ ഉള്ളൂ. ശാന്തമായ മനസ്സിൽ മാത്രമേ. ഇപ്പോ പലരും മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. മെഡിറ്റേഷൻ വന്നിരിക്കും, ഇവിടെ ഇരിക്കും, ക്യാമറ അങ്ങോട്ട് തിരിക്കും, ഇങ്ങോട്ട് തിരിക്കും, അടുത്ത പരിപാടി പോവും. കിച്ചണിൽ മകൻ വന്ന് വർത്താനം പറയും, അല്ലെങ്കിൽ കിച്ചണിൽ എന്ത് സംഭവിച്ചു, കിച്ചണിൽ കുക്കറിൽ, ഞാൻ പലപ്പോഴും പറഞ്ഞു, കുക്കറിൽ അരി ഇട്ട് വെച്ചിട്ടാണ് ഇവിടെ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. ഇവിടെ 25 മിനിറ്റ്, അവിടെ 25, ഫ്ലെയിം കുറച്ച് വെച്ച്. ഇവിടെ 25 മിനിറ്റ് മെഡിറ്റേഷൻ, 30 മിനിറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു, എല്ലാം പോയി. അല്ലേ? എത്ര പേരുണ്ട്? ഞാൻ കാണുന്നുണ്ട് രാവും എല്ലാവരും. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം സാറേ ഫലിക്കുന്നില്ല കേട്ടോ, ഒരു മാസം ചെയ്തു, ഇല്ല അടുത്ത മാസം ഇല്ല. സത്യമായിട്ടും പറയാം, ഓപ്പൺ ടു യു എവരി വൺ. ഒരു മെഡിറ്റേഷൻ കൃത്യമായി നമ്മൾക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങണമെങ്കിൽ മിനിമം, ആരും ഞെട്ടരുത്, നാളെ മുതൽ സാറേ ഇത്രയും കാലം നമുക്ക് വെയിറ്റ് ചെയ്യാൻ, എന്നിട്ട് ആരും വരാതിരിക്കരുത്, വരുന്നില്ലെങ്കിൽ വരണ്ട. മിനിമം ഒരു 6 മാസം എടുക്കും മെഡിറ്റേഷന്റെ പ്രോസസ്സിൽ കടന്നു പോകാനായിട്ട്. അല്ലാതെ 2 ദിവസം മെഡിറ്റേറ്റ് ചെയ്ത് 3-ാം ദിവസം മെഡിറ്റേറ്റ് ചെയ്ത് കിട്ടൂല. കാരണം അങ്ങനെ ബ്രെയിനിന് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഡോക്ടർമാർ പോലും പറയും, നിങ്ങൾ മരുന്ന് തരുമ്പോൾ ഡോക്ടർമാർ പോലും പറഞ്ഞു, നിങ്ങൾ മരുന്നൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങളൊന്ന് മനസ്സിന് സ്വസ്ഥമാക്കാൻ മെഡിറ്റേറ്റ് ചെയ്ത് നോക്കൂ. ആധുനിക ശാസ്ത്രമാണ് പറയുന്നത്. അങ്ങനെയൊന്നും പറ്റില്ല, 1 ദിവസം 2 ദിവസം കൊണ്ടൊന്നും പറ്റില്ല. അപ്പൊ അത്രയും നിരന്തരമായ പ്രോസസ്സാണ് മെഡിറ്റേഷൻ. ഒരാൾ പറഞ്ഞു, സാറേ മെഡിറ്റേഷനൊക്കെ ഞാൻ ചെയ്യാറുണ്ട്, എപ്പോഴും ചെയ്യാറ്, പക്ഷെ ഒരു ഗുണമില്ല. എത്ര കാലം ഞാൻ 3-4 ദിവസമായി കണ്ടിന്യൂസ് ചെയ്യുന്നു, ഒരു രക്ഷയും. ഒരു മിറാക്കിൾ നിങ്ങൾ പ്രതീക്ഷിക്കണം 3-4 ദിവസം കൊണ്ട്. ധ്യാനം അതറിഞ്ഞ് അതിനു വേണ്ടി ചെയ്യണം. ചില ആൾ ധ്യാനം ചെയ്യാൻ വേണ്ടി ഇരിക്കും, വന്നിരിക്കും, അപ്പൊ ഓർക്കും, അയ്യോ ഇന്ന് പേപ്പർ വന്നോ, ഇന്ന് എന്താണ് സംഭവിച്ചത്, ഇസ്രായേലിൽ ഇന്ന് പൊട്ടിയില്ലേ, പിണറായി വിജയൻ രാജിവെച്ചോ ഇല്ലേ? പിണറായി വിജയൻ രാജിവെക്കില്ല, ആരും തൽക്കാലം വേണ്ടി ആരും മനക്കോട്ട കെട്ടുന്ന കഴിഞ്ഞിട്ട്. ഇങ്ങനെയാണ് ആൾക്കാരുടെ മെഡിറ്റേഷൻ. ഏകാഗ്രമായിരിക്കണം. ശരിയാണ്, താങ്ക് യു ശ്രീജയ്ക്കൊക്കെ അതിന്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്നു. അപ്പോൾ ഇത് എപ്പോഴാണോ നമ്മൾ അത് മെഡിറ്റേഷൻ സംഭവിക്കുന്നത്, നമ്മളിലേക്ക് ഇറങ്ങുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ രാവിലെ മെഡിറ്റേഷൻ ഒന്നും ചെയ്യില്ല, ജസ്റ്റ് മ്യൂസിക് ഇട്ട് വന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു. എല്ലാവർക്കും 10 മിനിറ്റ് ഒക്കെ ഇരിക്കുമ്പോൾ ചില തലയൊക്കെ കുടയുന്ന കാണാം, ഇതെങ്ങനെ ഇരിക്കുക, കൈകാലുകൾ ഇളക്കും. ഇതൊക്കെ ശരിക്കും കണ്ടറിയണം. പല സ്ഥലത്തും നിങ്ങൾ കേൾക്കും മെഡിറ്റേഷൻ, ഒരു 10 മിനിറ്റ് കൊണ്ട് മെഡിറ്റേഷൻ, 5 മിനിറ്റ് മെഡിറ്റേഷൻ, ഒന്നും ഒരു ഗുണം കിട്ടില്ല കേട്ടോ. 23 മിനിറ്റ്സിന് കുറവ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായി എത്താൻ പറ്റില്ല അതിലേക്ക്. ഒരു ബോഡി ആൽഫയിലും ബീറ്റയിലും ഗാമയിലും തീറ്റയിലേക്ക് പോകാൻ പറ്റില്ല. മിനിമം 7 മിനിറ്റ് കഴിയാതെ ബോഡി എത്തിക്കാൻ പറ്റില്ല. ഇത് 1, 2, 3 എങ്ങനെ പോവില്ല. 7 മിനിറ്റ് സ്റ്റേജ് ടൈമിങ് നമുക്ക് ആ മനസ്സിനെ കൊണ്ടുപോകും. ഇതൊക്കെ കുറെ സയന്റിഫിക് കണക്കുകളുണ്ട്. ഞാൻ അത്രയൊന്നും വലിയ അഗ്രസീവ് ഒന്നുമല്ല. ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ കേൾക്കുന്നവർക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ സോറി, ഞാൻ അത്ര വലിയ ഗുരു ഒന്നല്ല അതിനകത്ത്. ഞാൻ എന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് മാത്രമാണ് പറഞ്ഞത്, എനിക്ക് അത്രയും അറിയൂ, ക്ഷമിക്കും. 3, രണ്ടാമത്തെ കാര്യമാണ് ധ്യാനം, മനസ്സിനെ ശാന്തമാക്കുക. 3-ാമത്തെ കാര്യം, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്,
നിങ്ങൾ എല്ലാവരും അതിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞേ പറ്റൂ. മൂന്നാമത്തെ കാര്യം, ദൈവികതയുമായി ബന്ധപ്പെടുക. ദൈവികതയുമായി ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ ഓം നമഃ ശിവായ, ഓം ഹരിയും ഹരിയും ഒന്നും അല്ല കേട്ടോ. അങ്ങനെയൊന്നും അല്ല. അതൊക്കെ അതിന്റെ ഭാഗങ്ങളാണ്, വഴികൾ മാത്രമാണ്. യൂണിവേഴ്സൽ എനർജിയുമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സൽ എനർജിയുമായി നമ്മുടെ എനർജിയെ കണക്ട് ചെയ്യിപ്പിക്കുക. എങ്ങനെ? സുതാര്യമായ, പ്യൂരിഫൈയായ, ശാന്തമായ എനർജി നമ്മളിൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ, നമ്മൾ ഉണ്ടാകുമ്പോൾ യൂണിവേഴ്സൽ എനർജിയുമായി നമ്മൾ കണക്ട് ചെയ്യപ്പെടും. അപ്പോൾ മാത്രമേ സംഭവിക്കുള്ളൂ. 5 നേരം നിസ്കാരം പറഞ്ഞത് വളരെ കൃത്യമുള്ള കണക്ഷനാണ്. 5 നേരവും കൃത്യമായി പറഞ്ഞ് യൂണിവേഴ്സൽ എനർജി കൃത്യമായി പാകപ്പെടുന്ന സമയമാണ്. നമ്മളിലേക്ക്, ഒരു സാധാരണ മനുഷ്യനിലേക്ക് കണക്ട് ചെയ്യാൻ ഭൂമി തയ്യാറാക്കി വെക്കുന്ന സമയമാണ് ഈ 5 നേരത്തെ നിസ്കാരം. കൃത്യമായി പ്ലാനിങ് ആണത്. ആ സമയത്ത് ഏകാഗ്രമായിരിക്കാൻ, ദൈവികതയുമായി കണക്ട് ചെയ്യാൻ ഏതൊരാൾക്ക് സാധിക്കുന്നു, അവന്റെ ജീവിതത്തിൽ നന്മകളേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ എത്ര പേർക്ക് അത് സാധിക്കുന്നു? നമ്മൾ ഇരിക്കുന്നതല്ല, പ്രാർത്ഥിക്കുന്നതല്ല വിഷയം. എത്ര പേർക്ക് ആ പ്രക്രിയ മുഴുവനായി കടന്നു പോകാൻ പറ്റുന്നു? എത്ര പേർക്ക് അമ്പലത്തിൽ പോയിട്ട് ആ എനർജിയുമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്നു? അമ്പലത്തിൽ പോകുന്നത് പോയി വരിക, അത്രേ ഉള്ളൂ. എത്ര പേർക്ക് ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ അതുല്യമായ യൂണിവേഴ്സൽ എനർജിയുമായി ഒരു കണക്ഷൻ സ്ഥാപിക്കാൻ പറ്റുന്നു? ഇതാണ് പ്രധാനമായ കാര്യം. ആ കണക്ട് ചിലപ്പോൾ 5 മിനിറ്റിൽ 10 മിനിറ്റിൽ നിങ്ങൾക്ക് 2 മിനിറ്റോ 3 മിനിറ്റോ കിട്ടിയെന്ന് വരുള്ളൂ. പക്ഷെ കിട്ടിയാൽ നിങ്ങളുടെ ബോഡി വൈബ്രേറ്റ് ചെയ്യുന്ന കാണാം, വിറക്കും അവിടെ കിടന്നിട്ട്. കാരണം ഉന്നതമായ എനർജിയും നമ്മുടെ എനർജിയും കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ, ഒരു 2 വയറുകൾ കൊണ്ടുപോയി കണക്ട് ചെയ്താൽ എന്തുവെക്കും? ഒരു സ്പാർക്ക് ഉണ്ടാവും അവിടെ, അല്ലെ? ഒരേപോലെ എനർജി ആണെങ്കിൽ സ്പാർക്ക് ഉണ്ടാവില്ല. ഒരു എനർജി ഇല്ലാത്ത വയറിലേക്ക്, അല്ലെങ്കിൽ ഒരു കുറഞ്ഞതിലേക്ക് ഒരു വലിയ എനർജി കൊണ്ടുപോയിട്ട് അപ്പം അവിടെ സ്പാർക്ക് അടിക്കും. അതേ സംഭവം നമ്മുടെ ബോഡിയിൽ സംഭവിക്കും. കാണിച്ചു തരാം നിങ്ങൾക്ക്, ഞാൻ മുമ്പിലിരുന്ന് കാണിച്ചു തരാം. ദൈവികതയുമായി കണക്ഷൻ എന്ന് പറഞ്ഞാൽ അതിലുള്ളവർക്ക് മാത്രമേ നമുക്ക്, സാധാരണ നമ്മൾ 1-to-1 20-20 മെഡിറ്റേഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്നത്. ധനലക്ഷ്മിയുമായി പ്രാർത്ഥിക്കുമ്പോൾ ആ എനർജി കണക്ട് ചെയ്ത് വരുന്ന ആൾക്കാരെ കാണണം. അവർ പിറ്റേ ദിവസം പറയുന്നതാണോ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ആ അൾട്ടിമേറ്റ് ആയിട്ട് കണക്ഷൻ കൊടുക്കുക 20 മിനിറ്റ് നേരത്തിൽ. 4-5 മിനിറ്റ് കിട്ടുള്ളൂ, ഇറങ്ങാൻ തോന്നില്ല, അത്രയും എനർജൈസ് ആയിരിക്കും. ഇത് ശീലിച്ച് നോക്കണോട്ടോ, അനുഭവിച്ചെന്ന് നോക്കണോട്ടോ. പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല, അനുഭവത്തിലൂടെ വരേണ്ടതാ. അത്രയും പവർഫുൾ ആണ് ദൈവികത എന്ന് പറയുന്ന അൾട്ടിമേറ്റ് എനർജി. നിങ്ങൾ എല്ലാം ഒന്ന് തന്നെയാണ്. ഏത് എനർജി വിളിച്ചാൽ ഒറ്റ എനർജി ഉള്ളൂ ഈ ലോകത്ത്, വേറെ ഒന്നും ഇല്ല. അത് ഏത് വഴിയിൽ പോയാലും ഒന്നേ ഉള്ളൂ. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം. നാലാമത്തെ കാര്യം, നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട 4ാമത്തെ കാര്യമാണ് ആത്മവിശ്വാസവും ആത്മാന്വേഷണം. ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും എന്ന് ഞാൻ പറയുന്നത് അതിനെയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്റെ പുസ്തകം, അല്ലെ? കിട്ടാത്തവരെടുത്ത് വായിച്ചോളൂ. 105 ദിവസത്തെ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഒരു ദിവസം ഒറ്റ കോട്ട് മാത്രം വായിച്ചാൽ മതി, നിങ്ങളുടെ ജീവിതം അതിൽ മാറും. ഒരു ദിവസം ഒറ്റ കാര്യം എടുത്ത് വായിച്ചാൽ മതി. ഏറ്റവും വലിയ ഓരോന്നിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അറിയാതെ പറഞ്ഞു പോയതാണ്. എനിക്കൊന്നും അത്രയും കാലത്തൊന്നുമില്ല. 17ാമത്തെ ദിവസം ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. ഈ ഒരു പദം വായിച്ചു നോക്ക്. നിങ്ങൾക്കെല്ലാം ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ, തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? കടം, അപകടം ആണോ അല്ലയോ? അനുഭവിക്കുന്നുണ്ടല്ലോ. ഒരു ദിവസം ഇത് വായിച്ചു കഴിഞ്ഞാൽ ചോദിച്ചാൽ സങ്കടം, ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ കടം വാങ്ങാത്തവരോ കൊടുക്കാത്തവരോ ആരും ഉണ്ടാകില്ല. ജീവിതഭാരങ്ങളും ഉത്തരവാദിത്തങ്ങളും പലപ്പോഴും നമ്മെ കടം വാങ്ങാൻ നിർബന്ധിതരാക്കുകയും ചെയ്യും. കടം മനുഷ്യരുടെ സ്വസ്ഥത ഇല്ലാതാക്കുകയും മനസമാധാനം തകർക്കുകയും ചെയ്യുന്ന ഒന്നാണ്. കടം രാത്രിയിൽ ഉറക്കം കെടുത്തും, പകൽ മാനം കെടുത്തും എന്നൊരു ചൊല്ലുണ്ട്. കടം കൊടുക്കുന്ന കൈകൾക്കും വാങ്ങുന്ന കൈകൾക്കും ഉണ്ടാകും പറയാനേറെ. രണ്ടുപേരും ഒരേപോലെ അനുഭവിക്കുന്നവരാണ്. കടം, രോഗം, ശത്രു എന്നിവയെക്കുറിച്ച് ഒരിക്കലും വില കുറച്ച് കാണരുത്. ഇതെല്ലാം പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. മുന്നോട്ടുള്ള നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും സൂക്ഷ്മതയോടെ വേണം. ഓർക്കുക, മനുഷ്യൻ വലിയവനാകുന്നത് പണം കൊണ്ടല്ല, നല്ല ചിന്തകളും നല്ല സംസ്കാരവും കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാതെ
പണം എന്ന രണ്ടക്ഷരം കൊണ്ട് നല്ല ബന്ധങ്ങളെ ഒരിക്കലും ചെറുതാക്കാൻ ശ്രമിക്കരുത്. നല്ല വാക്കുകൾ, നല്ല പ്രവൃത്തി, ഇതാണ് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ രീതിയിലാണ് ഈ സംഭവം പോകുന്നത്. ഇപ്പൊ ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും എന്ന് പറയുന്ന ആത്മവിശ്വാസത്തിന്റെ തോതാണ്. ആത്മവിശ്വാസമില്ലാത്തിടത്തോളം കാലം നമുക്ക് ഒന്നിലോടും പ്രതീക്ഷിക്കാൻ പറ്റില്ല. എത്ര പേർക്ക് അതുണ്ട്? നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തവിടെ ആത്മവിശ്വാസം എന്നുള്ള എത്ര പേരും ഞാൻ അല്ലെങ്കിൽ എഴുതി വെച്ചോ, ഞാൻ ഒരു പൂർണ്ണ ആത്മവിശ്വാസിയാണെന്ന് എഴുതി വെച്ചോളൂ. ഇന്നു മുതൽ പ്രാക്ടീസ് ചെയ്തോളൂ. ഞാൻ ഒരു പൂർണ്ണ ആത്മവിശ്വാസിയാണ്. എത്ര പേർക്ക് പറ്റുന്നു? ആത്മാന്വേഷണം. എന്താണ് ആത്മാന്വേഷണം? ഞാൻ വീണ്ടും പറഞ്ഞു, ആത്മാന്വേഷണം എന്താണ്? നിങ്ങൾക്കറിയൂ നിങ്ങൾ ആരാണ്. എന്റെ കഴിവുകളും എന്റെ കഴിവുകേടുകളും എനിക്കറിയാവോ? ഇല്ല എന്നാണ് സത്യം, അല്ലെ? എന്റെ കഴിവുകളും കഴിവുകേടുകളും എനിക്കറിയില്ലെങ്കിൽ നടക്കൂല. ആത്മാവിനെ അറിയുക, മനസ്സിനെ അറിയുക, അതിനനുസരിച്ച് നമ്മൾ നിൽക്കാൻ പറ്റുക, സ്വാഭാവികമായ പ്രക്രിയ ചെയ്യുക. അഞ്ചാമത്തെ കാര്യം അല്ലേ? യെസ്, ഞാൻ പൂർണ്ണ ആത്മവിശ്വാസം. അഞ്ചാമത്തെ കാര്യം, നിയമങ്ങളും ആചാരങ്ങളും ആത്മീയവുമായുള്ള ബന്ധം ശരിക്കും അറിഞ്ഞിരിക്കണം. നിയമങ്ങളും ആചാരങ്ങളും ആത്മീയതയുമായിട്ടുള്ള ബന്ധത്തെ ശരിക്കും അറിഞ്ഞിരിക്കണം. അമ്പലത്തിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് മാത്രമാണ് ആത്മീയത എന്ന് കരുതുന്ന, അല്ലെങ്കിൽ പള്ളിയിൽ എല്ലാ ദിവസവും പോയി കുമ്പസരിക്കുന്നതാണ് ആത്മീയത എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അത് ഒരു പാട്ട് മാത്രമാണ് എന്ന് മാത്രം അറിയുക. അതല്ല പൂർണ്ണമായ ആത്മീയത എന്ന്. അതൊക്കെ മതത്തിന്റെ ചട്ടക്കൂട് മാത്രമാണെന്ന് അറിയാം. അതുകൊണ്ട് നിയമങ്ങളും ആചാരങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കണം. എന്തിനാണ് ഈ ആചാരം എന്ന് അറിയുക, അതിനനുസരിച്ച് നമ്മൾ അതിലോട്ട് ആത്മീയത കണക്ട് ചെയ്യുക. എന്തുകൊണ്ട് അത് ചെയ്യുന്നു, എന്താണ് ഇതിലുള്ള ആത്മീയമായ വശം. എല്ലാവരും ശബരിമലയിൽ പോകുന്നു. ഞാൻ ആരെയും കുറച്ച് പറയില്ല, അങ്ങനെ കാണരുത്. എല്ലാവരും ശബരിമലയിൽ പോകുന്നു. എന്തിന്? 18 പടിയുടെ സത്യം എന്താണ്? അവിടെ പോയിട്ട് എന്താ നേടുക? എത്ര പേര് അവിടെ എത്തിയ തത്വമസി കണ്ടിട്ട് തത്വമസി സായുജ്യമടഞ്ഞു വരുന്നുണ്ട്? ഇല്ല. 41 ദിവസം വ്രതമെടുത്ത് പോകുന്നു. സന്തോഷമാണ്, നല്ല കാര്യമാണ്. പക്ഷെ അതൊന്ന് അറിഞ്ഞ് പ്രവർത്തിച്ചാൽ അതിമനോഹരം. അതാണ് ആത്മീയത. ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞു, ചെയ്യുന്നവരുണ്ട്, ഒരുപാടുണ്ട്. അതറിയാത്തവരോടാണ് അറിഞ്ഞ് ആത്മീയമായി കഴിയുക. ആചാരങ്ങൾ എപ്പോഴും അറിഞ്ഞ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അതിന്റെ പേരാണ് അനാചാരം എന്ന്. ആചാരങ്ങൾ ഒരിക്കലും അനാചാരമാക്കാതിരിക്കുക. അത് അവനവനെ അറിയാൻ എളുപ്പമാർഗമാണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ശക്തി തിരിച്ചറിയാൻ 41 ദിവസം വ്രതമെടുക്കുമ്പോൾ 41 ദിവസം വ്രതം എടുക്കുമ്പോൾ അറിയാം അവന്റെ ഉള്ളിലെ ശക്തി എത്രയുണ്ടെന്ന്. ഞാൻ ഇന്നിപ്പോ നിങ്ങളുടെ അടുത്ത് ഇന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്കറിയോ? രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു മസാല ദോശ ഞാനും എന്റെ വൈഫും കഴിച്ചിട്ട് ആണ് ഈ സമയം വരെ ഇരിക്കുന്നത്. ആകെ വെള്ളം മാത്രമേ ഉള്ളൂ. എനിക്കെന്റെ ശക്തി അറിയണം, പറ്റുമോ ഇല്ലയോ. ഇന്നലെ രാത്രി ഒന്ന് കഴിച്ചു, ഇന്നലെ രാത്രി ഒന്നും കഴിച്ചിട്ടില്ല. ഇന്ന് രാവിലെ മസാല ദോശ മേടിച്ച് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു. അത് വേറൊന്നുമല്ല, എനിക്ക് പറ്റുമെന്ന് എനിക്കറിയണം. എന്റെ ആത്മാന്വേഷണമാണത്. സാധ്യമാകും, ഒരു കുഴപ്പമില്ല, ഇനിയും നോക്കിക്കോളൂ. അത് നമ്മുടെ ആന്തരികമായ ശക്തിയെ നമ്മൾ തിരിച്ചെടുക്കുന്നതാണ്. ഇതേപോലെ 41 ദിവസം വ്രതം എടുക്കുമ്പോൾ അറിയാം എനിക്ക് എന്തൊക്കെ ത്യജിക്കാൻ പറ്റും. അവിടെയാണ് അവന്റെ ആത്മീയത കണക്ട് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ സ്വാമി ശരണം വിളിക്കുന്നത്. അല്ലെങ്കിൽ അതുപോലെ തന്നെ വേളാങ്കണ്ണി പോകുന്നവരായാലും സഹോദരങ്ങളുണ്ട് അല്ലെ, 30 ദിവസത്തെ വ്രതാനുഷ്ഠാനം എല്ലാം ത്യജിച്ചുകൊണ്ട് പ്രാർത്ഥനാ നിരതമായ ഒരു മാസം എല്ലാ വർഷവും ആഘോഷിക്കുന്നു. പക്ഷെ വൈകിട്ട് രാവിലെ തൊട്ട് വൈകിട്ടാവോളം ഭക്ഷണം കഴിക്കില്ല. വൈകിട്ട് തീൻമോശയിൽ അന്നല്ല 5 ദിവസം കഴിക്കേണ്ട ഒന്നിച്ച് കഴിച്ച് തീർക്കുന്ന സമൂഹത്തോടാണ്. ഇതല്ല ആചാരം, അങ്ങനെയല്ല പറഞ്ഞത് എന്ന് മനസ്സിലാക്കുക. ഇതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോ ഈ നിയമങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് നമ്മളെ മാറ്റപ്പെടുത്താൻ സാധിക്കും. ഞാൻ പറഞ്ഞ 5 പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒന്നാമത്തത്
സംശയങ്ങൾ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ സംശയങ്ങളെയും ഇതിനെയൊക്കെ വിട്ടുകൊടുക്കുക, ഒഴിവാക്കുക, അത് വേണ്ട. രണ്ടാമത്തെ മനസ്സ് ശാന്തമാക്കുക, ധ്യാനം ചെയ്യുക. മൂന്നാമത്തത് ദൈവീകതയുമായി കണക്ട് ചെയ്യുക, യൂണിവേഴ്സൽ എനർജിയുമായി കണക്ട് ചെയ്ത് നിൽക്കുക. നാലാമത്തത് ആത്മവിശ്വാസവും ആത്മബോധവും ഉണ്ടാക്കി വെക്കുക, ആത്മാന്വേഷണം ഉണ്ടാക്കി വെക്കുക. അഞ്ചാമത്തത് നിയമങ്ങളും ആചാരങ്ങളും ആത്മീയപരമായുള്ള ബന്ധത്തെ അറിഞ്ഞ് ചെയ്യുക എന്നുള്ളത്. എല്ലാത്തിനും നിയമമുണ്ട്, അത് അനുസരിക്കുക തന്നെ വേണം. പക്ഷെ ഇത് എന്തിനാണ് എന്നറിയണം എന്നുള്ളതാണ്, അല്ലെ? പലപ്പോഴും പറഞ്ഞ് കണ്ടൊക്കെ ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടല്ലേ ശബരിമലയിൽ. അവർ കയറാൻ പാടില്ല, ഇവർ കയറാൻ. എന്താണ് ഇതിന്റെ അടിസ്ഥാന പ്രമാണം? എന്താണ് അത് എവിടെയാണ് അതിന്റെ നിയമം കിടക്കുന്നത്, എവിടെയാണ് അതിന്റെ ആചാരം കിടക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ, അത് വകതിരിവില്ലാത്തവനോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവനവന് വകതിരിവുണ്ടാക്കണം, മറ്റൊരാൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമല്ല. അവനവൻ വകതിരിവ് ഉണ്ടാക്കേണ്ടത് മാത്രമാണ്. അതാരാണോ ചെയ്യുന്നത് അവന് മാത്രമാണ് വകതിരിവ് ഉണ്ടാവേണ്ടത്, മറ്റുള്ളവനല്ല. ഓക്കെ, ഇത് വളരെ ശ്രദ്ധിക്കണം. ഓരോന്നും ഞാൻ ഇത്രയും പറഞ്ഞത്, ഇതെല്ലാം ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടുമല്ല, അകത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട മാറ്റത്തെ പറ്റി മാത്രമാണ്. ഇങ്ങനെ മാറ്റം ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് സാധ്യമാവുള്ളൂ. നിങ്ങൾ ആരെങ്കിലും സാധിക്കുമെങ്കിൽ, സമയം കിട്ടുമെങ്കിൽ, യോഗിയുടെ പരമഹംസ യോഗാനന്ദന്റെ ഇതൊന്ന് വായിച്ചു നോക്കണം. ഇത് യോഗിയുടെ ആത്മകഥ. ഞാൻ സന്യാസത്തിനെ പറ്റിയല്ല പറയണേ, കുറെ കാര്യങ്ങൾ ഗുരു ഇതിനകത്ത് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട, ആത്മാവും അതുമായി ബന്ധപ്പെട്ട പല പല സത്യങ്ങളെയും തിരിച്ചറിവുകൾ നടത്തേണ്ടത്. ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു പോകണം. അങ്ങനെ കുറെ പുസ്തകങ്ങളുണ്ട്. ഞാൻ വെറുതെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അവിടെ കണ്ടു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിയുമെങ്കിൽ കോൺസ്പെറൻസി തിയറിയൊക്കെ, ഇതുപോലുള്ള കോൺസ്പെറൻസി തിയറിയൊക്കെ ഇടക്കത്തെടുത്ത് വായിക്കണം കേട്ടോ. ഈ പറഞ്ഞതിനൊക്കെ വിപരീത വശങ്ങളൊക്കെ കോൺസ്പെറൻസി തിയറി പറഞ്ഞു തരും. അപ്പൊ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത് നമ്മളൊരു തീരുമാനത്തിലെത്തും. അതാണ് യഥാർത്ഥമായി നമ്മുടെ അന്തസത്ത, അതാണ് ഞാനെന്ന് തീരുമാനിച്ചെടുക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് വകതിരിവുണ്ടാവുകയുള്ളൂ. ഇതാണ് ശരി, ഇതാണ് ശരി, ഇത് വേണ്ടടുത്ത് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞു ഇന്നത്തെ ദിവസം ഞാൻ ഇവിടെ നിർത്തുന്നു. ബാക്കി നിങ്ങൾക്ക് സംസാരിക്കാം, നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ഈ കാര്യത്തിൽ സംശയങ്ങളുണ്ട് ചോദിക്കാം. എൻ്റെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് എനിക്ക് പറ്റുന്ന മറുപടി. ആത്മീയതയിൽ ഞാൻ ചെറിയൊരു എന്താ പറയാ, കടലിന്റെ സൈഡിലേ കൂടി നടന്നു പോകാൻ ശ്രമിക്കുന്ന ഒരു കൊച്ചു ബാലൻ മാത്രമാണ്. വയസ്സുകൊണ്ടല്ല, മനസ്സുകൊണ്ട്. ഓക്കെ, താങ്ക് യു. അൺമ്യൂട്ട് ചെയ്തോളൂ. ചോദിക്കാനുള്ളവർക്ക് അൺമ്യൂട്ട് കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ. നമുക്കിന്ന് ക്ലാസ് ഉണ്ടല്ലോ, മറ്റേ ക്ലാസ് ഉണ്ടല്ലോ അല്ലേ? മെസ്സേജ് വന്നിട്ടെ ആ ഗ്രൂപ്പില്. ഏത് ബുക്കാ? സാറിന് ഇപ്പൊ കാണിച്ച ടെക്സ്റ്റ് ഉണ്ടായിരുന്നല്ലോ, ഗുരുവിന്റെ എല്ലാവരും ഇപ്പൊ സാർ എഴുതിയത് ഇതാണോ? സാർ എഴുതിയ ബുക്ക് റൈറ്റ് സൈഡ് സാറിന്റെ റൈറ്റ് ചെയ്യാണ്ടിരിക്കുന്നത്. അഡ്മിനെ വിളിച്ചാൽ മതി. റേറ്റ് അഡ്മിനെ വിളിച്ചാൽ മതി, തരും. 75 അഡ്മിൻ നമ്പർ ഒന്ന് കൊടുത്തോളൂ. അഡ്മിൻ നമ്മുടെ 2020 മെഡിറ്റേഷൻ പ്രസീന്ന് വിളിച്ചു. നമ്പർ ഉണ്ട്. അയച്ചു തരും. പിന്നെ നമ്മുടെ 7 ചക്രാസ് മെഡിറ്റേഷൻ ഈ ആഴ്ച തുടങ്ങും. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. കാരണം ചക്രാസ് ബാലൻസിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലർക്കും ഈ ബ്ലോക്കുകളൊക്കെ വരുന്ന ചക്രാസ്, അത് ഞാൻ പഠിപ്പിച്ചു തരുന്നത് അതിനകത്ത് എവിടെയൊക്കെയാണ് സംഭവിച്ചത് കൃത്യമായി ബാലൻസ് ചെയ്തെടുക്കാം. നിഖില ചോദിച്ചു, വളരെ റിലവന്റ് ചോദ്യമാണ്. ഒരു ദിവസം കൂടി ഈ വിഷയം ഒരു ദിവസമല്ല, അത്രയും ദിവസം സംസാരിക്കാം. പക്ഷെ ഇതൊക്കെ പറയാൻ നിന്ന് യൂട്യൂബിൽ വ്യൂസ് കുറയും. യൂട്യൂബിൽ വേണ്ട ഇതല്ല. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റും. നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എത്ര വേണം സംസാരിക്കാം വിഷയം. താങ്ക് യു. ഒരു സക്സസ് സ്റ്റോറി പറഞ്ഞിട്ടെ. പറഞ്ഞു മായാദേവി. പറഞ്ഞോളൂ. സാർ, ഞാനേ സാറിന്റെ ക്ലാസ് കേട്ടിട്ട് കുറെ കാലം കൊണ്ട് എന്റെ ഉള്ളിൽ അടങ്ങിക്കിടന്ന ഒരു ആഗ്രഹം ജനുവരി 1 തുടങ്ങിയായിരുന്നു കേട്ടോ സാർ, ഒരു ബിസിനസ്. ഞാൻ 6-7 വർഷം കൊണ്ട് എനിക്ക് ആരും ഒരു ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ബാക്കിലോട്ട് വെച്ചിരുന്നു. പക്ഷെ സാറിന്റെ ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പോ ആരും വേണ്ട, നമുക്ക് നമ്മൾ മാത്രം മതി എന്നുള്ള ഒരു ലെവലിൽ എത്തിയപ്പോൾ ഞാൻ 1-ാം തീയതി വീട്ടിലെ ഊണെന്നും പറഞ്ഞ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തു. വീട്ടിലെ ഊണ്. അതെ. അപ്പൊ പക്ഷെ അതെനിക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോ
വലിയ ആത്മവിശ്വാസം ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ സ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡ് ഡേ തൊട്ട് ഇപ്പം ഭയങ്കരമായിട്ട് ഒരു വലിയ നല്ല ഒരു ആത്മവിശ്വാസം ഉണ്ട്. നല്ലതായിട്ട് പോകുന്ന ഒരു തോന്നുന്നുണ്ട് സാർ. അപ്പൊ ഇത് ഞാൻ സാറിനോട് നമ്മുടെ സാറ്റർഡേയിലെ ക്ലാസ്സിൽ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പൊ അന്ന് അവിടെ പറയാൻ ഭയങ്കര തിരക്കായിരുന്നു ആൾക്കാർ. അപ്പൊ അത് ഞാൻ മാറ്റി വെച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ സാറിന്റെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാറിന് ഞാൻ നന്ദി പറഞ്ഞോട്ടെ. എന്ന് വെച്ചാൽ ഇത്രയും കാലം എനിക്കത് പറ്റാത്തത് നമ്മളിൽ വിശ്വാസം ഇല്ലായിരുന്നുകൊണ്ടാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാനൊരു 6-7 വർഷം കൊണ്ട് ഏറ്റവും വലുതായിട്ട് മോഹിക്കുന്നതാണ് എനിക്കൊരു ബിസിനസ് വുമൺ ആവണമെന്ന്. പക്ഷെ ആരും നമ്മൾ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകുമ്പം പിന്നെ ബാക്കിലോട്ട് പറഞ്ഞു മാറ്റിക്കളയും സാർ. ഇപ്പൊ സാറിന്റെ ക്ലാസ്സിൽ കയറിയപ്പോ ആര് പറയുന്നതും കേൾക്കേണ്ട നമുക്ക് നമ്മളുടെ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അത് സക്സസ് ആവുന്നുണ്ട് സാർ. വീണ്ടും വീണ്ടും സാറിന് ഞാൻ നന്ദി പറയുന്നു. ഇത് സാറിനോടൊന്ന് ഷെയർ ചെയ്യാൻ 2-3 ദിവസം കൊണ്ട് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുക. എപ്പോഴും വളരെ ശ്രദ്ധിക്കണം. നമുക്ക് ആരും വേണ്ട, നമ്മൾ ഒറ്റക്കാണ്, നമ്മൾ ഒറ്റക്ക് തന്നെ നേടണം. ബാക്കിയെല്ലാം വെറുതെയുള്ള കാര്യം. നമുക്ക് നേടാൻ പറ്റും. യു ക്യാൻ ഡു ഇറ്റ്. വേണമെങ്കിൽ എപ്പോ ആവശ്യം വിളിച്ചോ, സാറിന് വിളിച്ചോ. എപ്പോഴും ഡൗൺ ആണെന്ന് അപ്പൊ വിളിച്ചോ. അത് സക്സസ് ആയിട്ട് പോകുന്നുണ്ട് സാർ ഇപ്പൊ. കൃത്യമായിട്ടും മനസ്സ് ശാന്തമായി ജോയിൻ ചെയ്യാൻ സാധ്യത. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സൗദാമിനി. ഇത് തന്നെ ഞാൻ പറഞ്ഞു നേരത്തെ, നിങ്ങൾ പറഞ്ഞു നിങ്ങളിൽ സംശയമാണ് നിങ്ങളുടെ വിഷയം എന്ന് പറഞ്ഞ അതേ സംശയം ഇപ്പൊ ഇവിടെയും ചോദിച്ചു. സെയിം ആണ്. ഞാൻ ഫൈൻഡ് ചെയ്തതിൽ തെറ്റിയിട്ടില്ല. നോൺ കഴിക്കുന്നവർ മെഡിറ്റേഷൻ ചെയ്യാം, അങ്ങനെയൊന്നുമില്ല. നോൺ കഴിക്കുന്നത് മെഡിറ്റേഷൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാമല്ലോ. നോൺ മെഡിറ്റേഷൻ തമ്മിൽ അങ്ങനെ ബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷെ അത് കഴിക്കുന്ന ക്വാണ്ടിറ്റി പോലെ ഇരിക്കും. സന്തോഷ് സാർ അഡ്മിറ്റ് ചെയ്തോളൂ, പറഞ്ഞോളൂ. നിങ്ങൾ മറുപടി ഒന്ന് പറഞ്ഞോട്ടെ. അതുകൊണ്ടാണ് നോൺ കഴിക്കുന്നവർക്ക് മെഡിറ്റേറ്റ് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആരാ സംസാരിച്ച് ഞാൻ കഴിക്കുമല്ലോ നോൺ. ആരിഫ അങ്ങനൊന്നുമില്ല കേട്ടോ. ആരിഫ പറഞ്ഞോളൂ. സന്തോഷ് സാർ പറഞ്ഞോളൂ. സാർ, എനിക്ക് ഇന്നത്തെ ക്ലാസ് വളരെ സാർ, എന്റെ സംശയം മാറി സാർ. ആത്മാവായിട്ടുള്ള ആത്മശക്തി അറിയാനുള്ള ഞാൻ വർഷങ്ങളായിട്ട് ഞാനൊരു 26 വയസ്സ് തൊട്ട് തുടങ്ങിയ അന്വേഷണം. പക്ഷെ ഇന്ന് എനിക്കത് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടു സാർ. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സോ മച്ച്. ഹലോ സാർ. സാർ, ഞാൻ സുധീഷാണ്. ഞാൻ ഈ സാറിന്റെ ക്ലാസ്സുകൾ ഒരുപാട് കൂട്ടുകാർക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തു. പക്ഷെ അവരതൊന്നും അത് ഇത് ചെയ്യുന്നില്ല. ഞാൻ എന്ത് പറഞ്ഞാലും അത് അവർ വിലക്കെടുക്കുന്നില്ല. അത് ആരോട് എന്ത് പറഞ്ഞാലും. എനിക്ക് മുൻപൊക്കെ പോസിറ്റീവായിട്ട് എന്തെങ്കിലും ചിന്തിച്ചാല് അത് സാധ്യമാവുമായിരുന്നു. പക്ഷെ ഇപ്പോ നേരെ തിരിച്ചാണ്. പോസിറ്റീവായി ചിന്തിച്ചാൽ അത് നടക്കില്ല. നെഗറ്റീവായിട്ട് എന്തെങ്കിലും ചിന്തിച്ചാൽ അപ്പൊ അത് നടക്കും. സുധീഷിന് ഇപ്പൊ എന്ത് മനസ്സിലായതിൽ നിന്ന്? എനിക്ക് സാറിനെ എന്താ പറയാ, വിട്ടുപോകാൻ തോന്നുന്നില്ല. സാറിന്റെ ക്ലാസ്സുകള് അത് കേട്ടുകൊണ്ടേയിരിക്കണം. സാറ് ഒരിക്കലും ഇതിൽ നിന്നും പോകരുത് എന്ന് മാത്രമാണ് പ്രാർത്ഥന. ഓക്കെ, ഞാൻ 2 കാര്യം പറഞ്ഞോട്ടെ. സുധീഷിന് ഞാൻ എപ്പോഴും ഇന്ന് രാവിലെ ഞാൻ സുധീഷിന് ഓർത്തോട്ടോ. അതുകൊണ്ടാണ് ഓർക്കണ്ടേ. നിങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. 2 കാര്യം പറയാം. ഒന്ന്, നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ അപ്പോൾ അവർ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളാണോ? അല്ല. നിങ്ങളുടെ എനർജിയുമായി കണക്ട് ചെയ്ത്, അതായത് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ആരാണോ നമ്മൾ ഉദ്ധരിക്കുന്നത്, ആരാണോ നമുക്ക് സഹായമായി മാറുന്നത്, അവരാണ് നമ്മുടെ ബന്ധുവും. ആരാണോ നമുക്ക് സഹായമില്ലാതായി മാറുന്നത്, അവരാണ് നമ്മുടെ സുധീഷ്. ഓക്കെ, എന്നെ സംസാരിക്കട്ടെ, നമുക്ക് ആരാണോ നമ്മളെ മുമ്പോട്ട് നയിക്കാൻ താല്പര്യപ്പെടുന്നത്, അവര് നമ്മുടെ സുഹൃത്തുക്കളാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വിഷയത്തിന് നിങ്ങളുടെ സുഹൃത്തുക്കൾ അതിനോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവര് നമ്മുടെ സുഹൃത്തുക്കളല്ല, അവര് മറ്റൊരാൾക്കാരാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വഴിയേക്ക് പോവുക. ഒന്നാമത്തെ പോയിന്റ്. 2ാമത്തെ പോയിന്റ് വളരെ എളുപ്പമാണ്. നിങ്ങള് ഒരു ബോട്ടില് ഒരു 10-25 വർഷമായി ഒരു ബോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. ആ വെള്ളം ബോട്ടിൽ മൂടൊക്കെ ഇട്ട് പൊട്ടി വെച്ചിരിക്കുകയാണ്. അതെടുത്ത് കുടിക്കാൻ പറ്റുമോ? ഉപയോഗിക്കാൻ പറ്റുമോ?
കംപ്ലീറ്റ് ഇതുണ്ടാവും അല്ലെ, മാലിന്യങ്ങൾ ഉണ്ടാവും ബോട്ടിലിനകത്ത്. വെള്ളം തന്നെ മാലിന്യമായി മാറും, വേറെ ഒന്നുമില്ലെങ്കിൽ വെള്ളം ഒന്നും ചെയ്തില്ലെങ്കിൽ മാലിന്യമായി. ഇനി അതിനെ കുലുക്കിയാൽ എന്തായിരിക്കും സംഭവിക്കുക? കംപ്ലീറ്റ് മാലിന്യമായിരിക്കും. വെള്ളക്ക് അതുവരെ കാണില്ല, അതുവരെ കാണാതെ കിടന്ന സാധനത്തെ ഒന്ന് കുലുക്കി കഴിഞ്ഞാൽ പിന്നെ അത് കാണാൻ പോലും പറ്റില്ല, അത്രയും മാലിന്യങ്ങളായി. കുറച്ച് ദിവസം എടുത്ത് മെഡിറ്റേറ്റ് ചെയ്തപ്പോ സുധീഷ് സംഭവിച്ചു, ഇതിനൊന്ന് കുലുക്കി കഴിഞ്ഞിട്ടപ്പോ അവിടെ തന്നെ വീണ്ടും മൂടിട്ട് വെച്ചു സുധീഷ്. അപ്പൊ സംഭവിച്ചത് പിന്നെ അതിലേക്ക് മാലിന്യങ്ങളേ വരുള്ളൂ. എത്ര വെള്ളം ഒഴിച്ചാലും അത് മാലിന്യമായി മാറും. ഇതിനെ ഒന്ന് തെറിപ്പിച്ച് കളയാനുള്ള കപ്പാസിറ്റി ചെയ്യാത്തിടത്തോളം കാലം നടക്കില്ല. അതാണ് ഈ പോസിറ്റീവ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് ഇപ്പൊ പറയാനുള്ള കാരണം. ഇതിനെ ഒന്ന് പുറത്തോട്ട് കളഞ്ഞിട്ട് പുതിയ ചേർത്താൽ പോസിറ്റീവേ വർക്ക് ചെയ്യുള്ളൂ, നെഗറ്റീവ് ഒന്നും വർക്ക് ചെയ്യില്ല. ഇതാണ് ഇതിന്റെ തത്വം എന്ന് മനസ്സിലാക്കുക. ഇനി സുധീഷ് തീരുമാനിക്കാം എന്താ വേണ്ട. ഓക്കെ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ സാർ. സുഹൃത്തുക്കള് മാത്രമല്ല, എന്റെ വീട്ടിലുള്ളവര് അങ്ങനെ തന്നെയാണ്. എല്ലാം ഒന്ന് തന്നെയല്ലേ, എല്ലാം ഒരേ സംഭവല്ലേ. നിങ്ങളെ നോക്കൂ, ഇത്രേ ഉള്ളൂ. എന്നെ ഉയർത്തുന്നവരാരാണോ അതാണ് എന്റെ ബന്ധു, എന്നെ താഴ്ത്തുന്നവരാരാണോ അവരാണ് എന്റെ ശത്രു. ഇത്രയേ ഉള്ളൂ. ഇത് ഭഗവാൻ തന്നെ പറഞ്ഞ കാര്യല്ലേ. നിങ്ങൾ ഇത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾ അവരോട് അമ്പം ബില്ലും എടുത്ത് ഫൈറ്റ് ചെയ്യണം എന്നല്ല പറഞ്ഞു ശത്രുക്കളാണ്. അവരോട് ഇരിക്കട്ടെ, അവരെ വഴിക്ക് പോയിക്കോട്ടെ, നിങ്ങളെ വഴിക്ക് പോകും. ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോ തൽക്കാലം സാറേ മെഡിറ്റേഷനിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നത് എന്റെ സാമ്പത്തികമാണ്, വേറെ ഒന്നും. കറക്റ്റ് ചെയ്യുമ്പോ വരും കേട്ടോ. ഓക്കെ, ശരി, താങ്ക് യു. അപ്പൊ പോവാം. ഓക്കെ, താങ്ക് യു സീനത്ത്, എവരിബഡി. എനിക്ക് മറ്റേ ക്ലാസ്സിന് സമയമായി. അപ്പോ യെസ്, ഓക്കെ, താങ്ക് യു.